അതിനകത്ത് സ്ഥിരം കോസ്റ്റ്യൂം ഒരു ബെറ്റിക്കോട്ടായിരുന്നല്ലേ? അപ്പഴ ഞാൻ കണ്ടില്ല. എനിക്ക് മുണ്ടുള്ളൂ ജന്മം തന്നൊരു അച്ഛൻ. പുള്ളിയുടെ അവതരണമൊന്നും കൊള്ളൂല്ലാന്ന് പരക്കെ ഒരു സംഭവം ഉണ്ട്. അല്ലെ തള്ളേ പൊളപ്പനാണെന്ന് പറഞ്ഞാൽ അതൊക്കെ വളരെ മോശപ്പെട്ട. മൂന്ന് പേർക്ക് കൊടുത്ത് കളിച്ചാലോ? അയ്യോ ഷഫ്ന പോകല്ലേ, അയ്യോ ഷഫ്ന പോകല്ലേ. അക്കൊക്കും പൂഞ്ചിറകുമൊക്കും കാട്ട് കിളിക്കക്കുന്നെന്തിനുള്ളം. ബിനു കൊള്ളൂല, അതുകൊണ്ട് ഞാൻ പറഞ്ഞ. ആരാ? ജൂനിയർ സുരാജ്. കാശിന് പോലും ഗതിയില്ലാത്ത നിന്നെ ജാക്കി എന്ന പേര് പറയിട്ട ഞാന്. 100 കിലോ വെളിച്ചെണ്ണ ഒരു വലിയ വീപ്പ. ഇതിലൊരു സാധനം ഇട്ടാല് ഈ വെളിച്ചെണ്ണയുടെ അളവ് കുറയും. എന്താണ് ആ സാധനം? അപ്പൂപ്പനൊന്നും മരിച്ചിട്ടുള്ള വേറെ കുഴപ്പമൊന്നുമില്ല. അങ്ങോട്ട് വായിക്കരി ഇടണ്ട. ജീവിച്ചിരിക്കുമ്പോ നീ ആ കാർത്തോർക്ക് പച്ചവെള്ളം കൊടുത്തിട്ടുണ്ടാ. എന്നിട്ട് ഇപ്പൊ വായിക്കരി ഇടാൻ നടക്കണം. ആറ്റുമാറ്റും ഉരുളി കമ്പിടിച്ചിട്ടാ ചക്കനാണെന്ന് എന്റെ മോന്താണ്ടാല് കറച്ചട്ടി മതി ഉണ്ടാക്കിയതാണ്. കോമഡി സൂപ്പർ നൈറ്റിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഊഷ്മളമായ സ്വാഗതം. എന്തായാലും കോമഡി സൂപ്പർ നൈറ്റ് എന്ന ഈ പ്രോഗ്രാം എല്ലാവരും ജനലക്ഷങ്ങൾ നെഞ്ചിലേറ്റിയതിൽ വളരെ സന്തോഷം. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? എന്തായാലും എല്ലാ രീതിയിലും കേരളത്തിൽ ഇങ്ങനെയാണോ ഞാൻ പഠിപ്പിച്ചു വിട്ടത്? ഇങ്ങനെ പറയാനാണോ ഞാൻ പഠിപ്പിച്ചു വിട്ടത്? സുരാജ് പറയുന്ന പോലെ അങ്ങോട്ട് പറ. അതെങ്ങനെയത്? സുഖങ്ങളൊക്കെ തന്നെ മാംസത്തെ പിടിച്ച് ഞെക്കി പിടിച്ചിട്ട് സുഖം വരില്ല, വേദനയെ വരുള്ളൂ. പറയങ്ങോട്ട് സുരാജ് പറയുന്ന പോലെ അങ്ങോട്ട് പറഞ്ഞു. എങ്ങനെയത്? സുഖങ്ങളൊക്കെ തന്നെ, സുഖങ്ങളൊക്കെ തന്നെ, സുഖങ്ങളൊക്കെ ചഞ്ഞേ. നീ ചോദിച്ചാൽ സുരാജ് ആവത്തൊന്നുമില്ല. പിന്നെ എങ്ങനെ പറയണം? നിങ്ങൾ നടന്നു പറഞ്ഞ സുഖങ്ങളൊക്കെ തന്നെ. ഒറ്റ അടി കൂടെ അടിച്ചു. ഓഫിലൊറ്റടി, ഓഫിലൊരൊറ്റ അടി കൂടെ അടി. സുഖങ്ങളൊക്കെ തന്നെ. ഇതാ ഞാൻ പറഞ്ഞ കുളവാക്കുന്നു. ഇങ്ങനെയുള്ള അവസരത്തിൽ നമ്മൾ രസം പഠിക്കണം. ഇങ്ങനെയുള്ള അവസരത്തിൽ നമ്മൾ രസം കുടിക്കുമല്ലേ സാറേ ചെയ്യാറ്? അയ്യോ, ചോറിനകത്ത് വെച്ച് കുടിക്കും. ഇത് നവരസം. അതെന്ന് വെച്ചാൽ ശൃംഗാരം ഒന്ന് കാണിച്ചേ. നിങ്ങളുടെ മുഖത്ത് നോക്കി എനിക്ക് ശൃംഗാരം ഒന്നും വരില്ല. എനിക്ക് ബീവത്സം വരും. പിന്നെ ഒരു കാര്യം ചെയ്യും, ഭയാനകം കാണില്ലേ. ഭയാനകം കാണിക്കാനാണെങ്കിൽ ഭയാനകം പെണ്ണുങ്ങളുടെ മുഖത്ത് നോക്കിയാൽ ഭയവും വരില്ല. ദൈവം. എന്റെ ഭാര്യയുടെ പേരെന്ന് പറഞ്ഞു. ഭാര്യയുടെ പേരെന്നാ? ധന്യ. ഓക്കെ, ധന്യ. ഓടിക്കോടാ. ഇതെന്താ ഭാര്യ പേടിയപ്പം? ഭാര്യന് പേടിയാ? അത് പറ. ഓ, മേല് വേർത്തു പോയി. ഇങ്ങനെയുള്ള കുറെ രസങ്ങൾ നമ്മൾ പഠിച്ചിരിക്കണം. ഭരതമണി പറഞ്ഞേക്കുന്നു. ഭരതമണി പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറഞ്ഞില്ലേ? ഭരതമണി എന്താന്ന് പറഞ്ഞത് നിങ്ങൾ പറ. ഞാൻ കുറെ നേരം കൊണ്ട് ഞാൻ അല്ല, ഇന്നിപ്പോ സുരാജ് ഇന്നത്തെ ദിവസം ഇല്ല. അതുകൊണ്ട് സുരാജേട്ടൻ കാനഡയിൽ പോയിരിക്കുകയാണല്ലോ. അപ്പൊ പുള്ളിയാണ് അതിന് പകരം. സുരാജിന് പകരം വന്നേക്കണ ആളാ ഞാൻ. എന്നെ നവരസം പഠിപ്പിക്കാൻ വന്ന ആശാനത് ചെങ്ങന്നൂർ ചന്ദ്രൻ. പുള്ളിയെ നവരസങ്ങൾ പഠിപ്പിക്കും. ആശാനാണോ? അതെ അതെ. ആശാന്റെ ശിഷ്യനും കൂടെ പതുക്കുന്ന മാറി തന്നിരുന്നു, നമുക്ക് പ്രോഗ്രാം തുടങ്ങായിരുന്നു. അയ്യോ, അത് കമ്പനി എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ ഇന്ന് ചെയ്യണമെന്നാണ്. സുരാജിന്റെ ഭാഗം ക്ലിയർ ചെയ്യാൻ വേണ്ടിട്ട് എന്നെ ഇവിടെ വിളിച്ചിട്ടേക്ക്. കോട്ടൊക്കെ ഇട്ട് പോകുന്നതല്ലേ? സുരാജിനേക്കാളും ഒരു ഗെറ്റപ്പില്ലേ? കുഴപ്പമില്ല. അങ്ങനെ പറഞ്ഞു. അല്ലേ എപ്പിസോഡ് തുടങ്ങാൻ സമയമായി. പിന്നെ സാർ ഇവിടെ തന്നെ നിൽക്കണോ? 5 മിനിറ്റ് കൊണ്ട് വേണം ഒന്ന് പഠിപ്പിച്ചാൽ ഞാൻ പോകാം. വേണ്ട പഠിപ്പിക്കാൻ താങ്കൾക്ക് എന്താ? അല്ല കുട്ടി, ഞാൻ പല പ്രാവശ്യമായിട്ട് എപ്പിസോഡ് ശ്രദ്ധിക്കുന്നു. കുട്ടിയുടെ മുഖത്ത് ചില രസങ്ങൾ വരത്തില്ല. ഏത് രസമാണോ? അപ്പൊ ഞാൻ തന്നെ കണ്ടുപിടിച്ച പുതിയൊരു രസമുണ്ട്. ജഗത് ചേട്ടനോട്ടോ കണ്ടുപിടിച്ച അതുപോലെ പുതിയൊരു രസം ഞാൻ ഇടയ്ക്കത് കാണിയ കയ്യടി വിടുമ്പോ ശ്രമിക്കാം. നന്നായിരിക്കും, അത് മനോഹരമായി. നിങ്ങളുടെ മുഖത്തിൽ ചേരുകയും ചെയ്യും. ഓക്കെ, ഒരു കാര്യം ചെയ്യും, ഇതൊന്ന് ഡിസ്പ്യൂട്ട് ചെയ്തിട്ട് അങ്ങോട്ട് പോവാ. ഡിസ്പ്യൂട്ടോ? നിങ്ങളൊന്ന് ഇംപീച്ച്മെന്റ് ചെയ്യൂ, ഞാൻ അവിടെ കാണും. ഓക്കെ ഓക്കെ ബൈ. ചേട്ടാ, കാര്യമൊക്കെ ശരിയാ ചേട്ടനെ, പക്ഷെ ഞാൻ എന്തും പറഞ്ഞ് ഇവിടെ നിർത്തും. എന്ത് പറഞ്ഞ് ഞാൻ ഇവിടെ നിർത്തും? ആൾക്കാരോട് എന്ത് പറയും? സുരാജിനേക്കാളും മേളിൽ പെർഫോം ചെയ്യുന്ന ഒരാളുണ്ട് എന്ന് പറഞ്ഞാൽ നിർത്തിക്കോ. സത്യമാണല്ലോ. ചേട്ടൻ എന്താ പെർഫോം ചെയ്യാ? ഞാൻ മിമിക്രി ആർട്ടിസ്റ്റ് അല്ലേ? പിന്നെ എന്നാ ഒന്ന് എന്തെങ്കിലും ഒന്ന് കാണിച്ചു. ഞാൻ നടന്മാരെയൊക്കെ എടുക്കും. എടുക്കുവോ? എടുക്കും. ശരി, എന്നാ ഒന്ന് രണ്ടെണ്ണം. ഞാൻ മലയാളത്തിലെ ചെമ്മീൻ കണ്ടിട്ടുണ്ടോ? ചെമ്മീൻ കണ്ടു. എങ്ങനെ അടുക്കള കയറിയിട്ട് വേണ്ടേ ചെമ്മീനൊക്കെ കാണാൻ? അതായത് കറി വെക്കണ ചെമ്മീനല്ല. മലയാളത്തിലെ എക്കാലത്തെയും സൂപ്പർ ഹിറ്റ് സിനിമയായിരുന്നു ചെമ്മീൻ. ആ ചെമ്മീനിലെ സത്യൻ മാഷിനെ ഞാനെടുക്കും. ഈ സത്യൻ മാഷിനെ എടുക്കുമ്പോൾ സത്യൻ മാഷ് സുന്ദരനായിരിക്കണം. അപ്പൊ സത്യൻ മാഷിനെ കുറിച്ച് 2 ഡയലോഗ് അങ്കിച്ച് ഞാൻ സത്യൻ മാഷായിട്ട് തിരിഞ്ഞു വരാം. മലയാളികളുടെ ഹൃദയത്തിൽ എക്കാലത്തെയും ചിരപ്രതിഷ്ഠ നേടിയ ഒരു നായകനാണ് സത്യൻ മാഷ്. അദ്ദേഹം സുന്ദരനാണ്, കറുപ്പാണെങ്കിലും ആ കറുപ്പിനൊരു പ്രത്യേക അഴകുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ തോന്നിപ്പിച്ച ഒരു നായകനാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ രൂപത്തിലാണ് നമ്മളിതാ ഇദ്ദേഹത്തെ ഇപ്പോൾ ഒന്ന് കാണാൻ പോകുന്നത്. സരോജം, ഈയിടെയായി എൻ്റെ തലയ്ക്ക് നല്ല സുഖമില്ലടി.
ഞാൻ നാളെ അമേരിക്കക്ക് പോവുക ചൂണ്ടയിടാൻ. തിരിച്ചു വരുമ്പോ നിനക്ക് ഞാൻ വലിയൊരു മീൻ കൊണ്ടുവരും, നത്തോലി. കടലിൽ ചാകര ഇറങ്ങിയെന്ന് തോന്നുന്നു. എവിടെ എൻ്റെ ഉടവാൾ? കൈയടിക്കാൻ പറയണായിരിക്കും. അത് തകർത്ത് വെച്ചേട്ടാ. സുരാജിന്റെ മേളിൽ പോയി സാധനം. ഞാൻ സുരാജിനോട് കൂടുതൽ ക്ഷയിച്ചിട്ട് സുരാജ് കരഞ്ഞു പോയില്ല ഞാൻ ഈ സാധനം ചെയ്യുന്നത്. അതിപ്പോ ഓഡിയൻസ് പലരും കറിയുമെന്ന് എനിക്ക് തോന്നുന്നു. ഇനി അടുത്ത ആരാ? നടൻ ഇന്നസെന്റ് ഏട്ടനെ എടുക്കും. അദ്ദേഹത്തിനെ പറ്റി ഒന്ന് പുകഴ്ത്തി പറഞ്ഞേ. മലയാളികളുടെ പ്രിയപ്പെട്ട താരം ശ്രീ ഇന്നസെന്റ്. അദ്ദേഹം നമുക്കൊരു സിനിമാ നടൻ മാത്രമല്ല, നമ്മുടെ MP കൂടിയാണ്. മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഏതൊരു ഭാവത്തോടെയാണ് അദ്ദേഹം സ്ക്രീനിൽ വന്നിരുന്നെങ്കിൽ ആ ഒരൊറ്റ നോട്ടം കൊണ്ട് മലയാളക്കരയെ മൊത്തം ചിരിപ്പിക്കാനുള്ള എല്ലാ ഭാവങ്ങളും ആ മുഖത്ത് മിന്നിമറിയാറുണ്ട്. അപ്പൊ നമ്മൾ ഇനി കാണാൻ പോകുന്നത് ശ്രീ ഇന്നസെന്റ്. എന്തേന്ന് എന്റെ ഈശ്വര, എന്തോ ഒരു ഇടിവാള് ഭൂമിയിൽ വീണ് പാഴായി പോണു. അതിലോർണ ഇവന്റെ തലക്കട വെറുതെ തെന്നിച്ച് വിട്ടുകൂടെ? അതിന് കാശ് മുടക്കുന്നില്ലല്ലോ. ഞാനിതാ പോവാ. അടിപൊളിയായിട്ടുണ്ട്. ഇനി ഒരു ചെറിയ സാധനം കൂടെ അലക്കിയിട്ട് ഞാനിവിടെ ഉണക്കി പിരിച്ചം കിട്ടിട്ട് ഞാൻ അടുത്ത പരിപാടിയിലേക്ക്. ഇനി നടൻ പ്രൊഫസർ ജഗദീഷ്. മലയാളികളുടെ എക്കാലത്തെയും പ്രിയങ്കരനായ ഹാസ്യ നടൻ, സ്വഭാവ നടൻ, ഇങ്ങനെ ഒട്ടേറെ വേഷങ്ങളിൽ മലയാളികളുടെ ബിഗ് സ്ക്രീനിലും മിനി സ്ക്രീനിലും ഒരുപോലെ സാന്നിധ്യം അറിയിച്ചിട്ടുള്ള നമ്മുടെ പ്രിയങ്കരനായ ജഗദീഷ്. അദ്ദേഹത്തിനെ ഓർക്കാൻ വേണ്ടി തന്നെ ഒരു ഒറ്റ ഡയലോഗ് മതി. ആ ഡയലോഗ് ഇനിയിപ്പോ ഞാൻ പറഞ്ഞു കൊളവാക്കുന്നുണ്ട്. മിക്കവാറും ആ ഡയലോഗ് തന്നെ ഇദ്ദേഹം പറയുന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് കാണാം ശ്രീ ജഗദീഷ്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും കോമഡി സൂപ്പർ നൈറ്റിലേക്ക് ഊഷ്മളമായ സ്വാഗതം. അക്കൊത്തും പൂഞ്ചിറകുമൊക്കും കാട്ട് കിളിക്കക്കുന്നെന്തിനുള്ളം വനചാരുതേ വരുചാരണി. ഇതിൽ നന്നായിട്ട് പാടിക്കൊണ്ടിരുന്നതാ. കാക്കാപ്പിട്ടതുകൊണ്ട് ഇപ്പൊ പാടാൻ പറ്റുന്നില്ല. തകർത്ത് മനുഷ്യട്ടാ, അടിപൊളിയായിരുന്നു. ഈ കാര്യത്തിൽ ഞാൻ സമ്മതിച്ചു. ഇനിയെങ്കിലും സുരാജിനെ ഔട്ടാക്കിയിട്ട് എന്നെ എടുത്തൂടെ? സുരാജിനെ ഔട്ടാക്കുന്നതിനെ കുറിച്ച് നമുക്ക് ആലോചിക്കാം. എന്തായാലും തൽക്കാലം ഇന്നൊരു ദിവസം ഇവിടെ നിൽക്കാം. അപ്പോ അശ്വതി, എന്തായാലും സുരാജ് ഇല്ലാത്ത ഈ എപ്പിസോഡ് സുരാജിനേക്കാളും മേളിൽ എത്തിക്കാനാണ് നമ്മുടെ ശ്രമം. ആ ശ്രമം വിജയിക്കാനുള്ള എല്ലാവിധ പരിപാടികളും നമുക്ക് മുന്നിലോട്ട് കൊണ്ടുപോകും. അതെ. അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഗസ്റ്റിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. ബാലതാരമായി മലയാള ചലച്ചിത്രത്തിലെത്തി ഇതാ ഇപ്പോൾ നായികയായി മലയാള ചലച്ചിത്ര വേദിയിലും ഒപ്പം മിനി സ്ക്രീനിലും ഒരുപോലെ തിളങ്ങി നിൽക്കുന്ന നമ്മുടെ പ്രിയങ്കരിയായ നടി ഷഫ്ന. ഹലോ ഷഫ്ന. സുരാജേട്ടൻ ആണല്ലോ പറഞ്ഞ. സുരാജേട്ടൻ കുറച്ച് സുരാജ് ഭായി ഒന്നും ഇല്ല. പുള്ളിയുടെ അവതരണമൊന്നും കൊള്ളൂല്ല എന്ന് പരക്കെ ഒരു സംഭവം ഉണ്ട്. അതുകൊണ്ട് എന്നോട് ഹെഡിൽ നിന്ന് പറഞ്ഞൊക്കെ ഇനി ബിനു ചെയ്താൽ മതി, അല്ലെ തള്ളേ പൊളപ്പനാണെന്ന് പറഞ്ഞാൽ അതൊക്കെ വളരെ മോശപ്പെട്ട ഡയലോഗുകൾ. ഞാൻ സുരാജേട്ടനെ നേരിട്ട് അറിയിച്ചേക്കാതെ. ഞാൻ ഇനിയിപ്പോ എന്നോട് ഞാനത് പറഞ്ഞേക്കണത്. അതല്ല ഷഫ്ന, ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് സുരാജേട്ടന് ഇന്നിപ്പോ ഇവിടെ എത്താൻ പറ്റിയില്ല. അങ്ങനെയാണല്ലോ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ചേട്ടാ, ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ സുരാജേട്ടൻ ഇല്ലാത്തത് കൊണ്ട് ചേട്ടൻ തൽക്കാലം ആ ഗ്യാപ്പ് ഒന്ന് ഫില്ല് ചെയ്താൽ മതി. നിങ്ങളോടും അങ്ങനെ ഹെഡിന്ന് പറഞ്ഞേക്കണം. കുഴപ്പമില്ല, നിങ്ങൾ പറഞ്ഞോ, നിങ്ങളുടെ സമാധാനത്തിന് അങ്ങനെ പറഞ്ഞോ, കുഴപ്പമില്ല. അപ്പൊ എന്തായാലും ഷഫ്ന സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. നമുക്ക് പതുക്കെ ഷഫ്നയുടെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. അതെ അതെ അതെ. സുന്ദരിയായിരിക്കുന്നു. ചേട്ടാ കൈയടിച്ചു. ഓക്കെ, നമുക്ക് സിനിമാ വിശേഷങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങണമല്ലോ. ആദ്യത്തെ സിനിമ, ഒന്നാമത്തെ ചോദ്യം അതാണ്. ആദ്യത്തെ സിനിമ അവിടെ തന്നെ തുടങ്ങാം. പ്രണയവർണ്ണങ്ങളാണ്. അല്ല, ആദ്യത്തെ സിനിമ വിഗതകുമാര. അത് സംസാരിച്ചിട്ടില്ല, അതിന്റെ പ്രിന്റ് ഇവിടെ ഇപ്പൊ കേരളത്തിലില്ല. അതല്ല എന്റെ പൊന്ന് ചേട്ടാ, ആദ്യത്തെ മലയാള സിനിമയെ കുറിച്ചല്ല ചോദിച്ചത്. നമ്മളൊരു ഗസ്റ്റ് വന്ന് ആ ഗസ്റ്റിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ ആളുടെ ആദ്യത്തെ സിനിമയെ കുറിച്ച് ആയിരിക്കുമല്ലോ സ്വാഭാവികമായിട്ട്. എന്നാ അങ്ങനെ ചോദിക്കണം, ആളുടെ ആദ്യത്തെ സിനിമ എന്നാന്ന് ചോദിക്കണം. അല്ല, ആദ്യത്തെ സിനിമ എന്ന് പറഞ്ഞാൽ എനിക്ക് അറിവുള്ള മനുഷ്യൻ ഞാൻ ഉണ്ടായിരിക്കുമോ? ഞാൻ മാറിയിരിക്കട്ടെ, നിങ്ങൾ തല്ല് കൂടി. ഇല്ലില്ല, ഞങ്ങള് തമ്മിൽ നല്ല സ്നേഹത്തിലാണ്. ഞാൻ അറിവില്ലായ്മ പറഞ്ഞ അപ്പൊ ഞാൻ ചൂടാവും, കാരണം എനിക്ക് അറിവുള്ളതുകൊണ്ട് തിളച്ചിങ്ങനെ മുഴച്ചു പോകും. അപ്പൊ പ്രണയവർണ്ണങ്ങളാണ് ആദ്യത്തെ സിനിമ. എല്ലാവരും ഓർക്കുന്നുണ്ടായിരിക്കും പ്രണയവർണ്ണങ്ങൾക്ക്. എനിക്ക് തോന്നുന്നു അതിനകത്ത് സ്ഥിരം കോസ്റ്റ്യൂം ഒരു ബെറ്റിക്കോട്ടായിരുന്നല്ലേ? ആയിരുന്നോ? അപ്പടം ഞാൻ കണ്ടില്ല ചേട്ടാ. പഠിക്കുമ്പോൾ സിനിമയായിരുന്നു. അപ്പൊ അതിനകത്ത് മഞ്ജു ചേച്ചിയുടെ കൂടെ തന്നെ ആദ്യത്തെ വേഷം. എന്താ അതിന്റെ ഒരു ഓർമ്മകൾ എന്താണ്? ഓർമ്മകൾ എന്താ, എങ്ങനെയാ സെലക്ട് ചെയ്യുന്നത്?
അതിലെ ഡാൻസ് മാസ്റ്റർ എൻ്റെ ചേച്ചിയുടെ ഡാൻസ് മാസ്റ്റർ ആയിരുന്നു, അതിലെ കൊറിയോഗ്രാഫർ. അപ്പോൾ അങ്ങനെ ആള് വഴി കുറച്ചിങ്ങനെ ആളുടെ ഡാൻസ് കാസറ്റ്സ് ഒക്കെ കണ്ട് ഇങ്ങനെ പുതിയൊരു കുട്ടി വേണം എന്ന രീതിയിൽ സിബി സാർ ഇങ്ങനെ കുറേ അന്വേഷിച്ചപ്പോൾ എൻ്റെ ചേച്ചീൻ്റെ ഫോട്ടോ കണ്ടു. പക്ഷേ ചേച്ചി കുറച്ച് ക്യാരക്ടറിന് കുറച്ച് ഏജ് കൂടുതലായതുകൊണ്ട് കൂടെ പോയ എന്നെ സെലക്ട് ചെയ്യും. അതിനെന്താ ചേട്ടാ നന്നായിട്ടുണ്ട്, നല്ല ഹ്യൂമർ ആയിട്ടുണ്ട്. ഇത്രയും ചിരിച്ച എന്താ ഞാൻ കാര്യമാണ് പറഞ്ഞേ. ആണോ? അനവസരത്തിൽ കേറ്റിയതാ അത്. അത്രയും കേട്ടേണ്ടിയിരുന്നില്ല. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാല് സെക്കൻഡ് മൂവി, രണ്ടാമത്തെ സിനിമ ഏതായിരുന്നു? ചിന്താശ്മള. ചിന്താവിഷ്ടേശാമള. ചേട്ടാ അതില് ഓർമ്മയില്ലേ? ശ്രീനങ്ങളുടെ രണ്ടാമത്തെ മകളായിട്ട്. അയ്യോ അച്ഛാ പോവല്ലേ, അയ്യോ അച്ഛാ പോവല്ലേ. ഈ കാറിന്റെ വൈപ്പർ പോലെ അയ്യോ അച്ഛ പോകല്ലേ, അയ്യോ അച്ഛ പോകല്ലേ എന്ന് പറഞ്ഞ അങ്ങനെയല്ല, രണ്ടാമത്തെ. ഇങ്ങനെ. അയ്യോ ഞാൻ കൊച്ചിന്റെ അച്ഛന്റെ ശബ്ദം ഭയങ്കരമായിട്ട് എടുക്കും ഞാൻ. എന്റെ അച്ഛന്റെ ആ. എന്റെ അച്ഛൻ അറിയോ? പിന്നെ എങ്ങനെ അറിയാം? എന്റെ അച്ഛൻ സിനിമയിലൊന്നും ഇല്ലല്ലോ. അതല്ല പറഞ്ഞേ, ചിന്താവിഷ്ട ശ്യാമളയില് കൊച്ചിന്റെ അച്ഛൻ. ശ്രീനങ്ങളുടെ കുട്ടി. ആ, ആ. അതും പുള്ളി ഞാൻ കുണുക്കിട്ട കോഴി കുളക്കോഴി ഒന്നും ചെരുവിലെ വയറ്റാട്ടി നീ കേട്ടോ നീ കണ്ടോ. ശ്യാമളെ എന്തൊക്കെ മോഹന വാഗ്ദാനങ്ങളായിരുന്നു. കോഴിയെ ഓടിച്ചിട്ട് മുട്ടയിടിക്കുക, അതിന്റെ പരിപ്പിളേക്കാണ്. നിക്കൂ നിക്കൂ. ചേട്ടാ ചേട്ടനെ ഇവിടെ നിർത്തിയ കൊണ്ട് ഇപ്പോഴാണ് ഒരു ഉപകാരം ഉണ്ടായത്. നല്ലത് പറയുമ്പോ കയ്യടി വേണോ? കൈയടിച്ചു, അതാണ്. ഓക്കെ, അപ്പൊ പറയൂ അതിന്റെ ആ സെറ്റിലുള്ള ഓർമ്മകൾ. എപ്പോഴും എപ്പോഴും നമുക്ക് സ്ഥിരമായിട്ട് മിനി സ്ക്രീനിൽ നമുക്ക് കാണാൻ കിട്ടുന്ന ഒരു സിനിമ കൂടിയാണ്. ഇടയ്ക്കും കൂടെ ഞാൻ ഈ അടുത്ത കാലത്ത് ഉണ്ടായിരുന്നു. അപ്പൊ ഇതിങ്ങനെ കാണുമ്പോ എന്തൊക്കെയാണ് പഴയ ഓർമ്മകൾ? എന്തൊക്കെയാണ് ഓർമ്മകൾ? വലിയ ഓർമ്മകളൊന്നും ഇല്ല, കാരണം ഞാൻ സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴായിരുന്നു. അപ്പോഴും സെക്കൻഡിൽ തന്നെയായിരുന്നോ? ആ, സെയിം ഇയറിൽ തന്നെയായിരുന്നു. കുഴപ്പമില്ല, സെയിം തന്നെയാണെങ്കിൽ കുഴപ്പമില്ല. അത് പ്രണയവർണ്ണങ്ങൾ കഴിഞ്ഞിട്ട് അതിന്റെ സ്റ്റിൽസ് കണ്ടിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും തന്നെയാണ് ചിന്താശ്മളയിൽ ഉണ്ടായിരുന്നത്. അതിൽ പിന്നെ കൂടുതലും എനിക്ക് അഭിനയമാണ് അല്ലെങ്കിൽ സിനിമ എടുക്കുകയാണ് അങ്ങനെയൊന്നും എനിക്കറിയില്ല. അപ്പൊ പിടിച്ചു നിർത്തിയിട്ട് ചെയ്യാൻ പറയും, ചെയ്യും. ഇപ്പൊ ഇതായാലും ഇങ്ങനെ ഇങ്ങനെ കാണിച്ചിട്ട് പോവാൻ പറയും, ഈ ഡോറ് ആ ഡോറ് വരെ നടക്കാൻ പറയും, അങ്ങനെ നടന്നു. അല്ലാതെ അഭിനയമാണ് ഇത് റെക്കോർഡിംഗ് ആണെന്നൊന്നും അറിയില്ല. അങ്ങനത്തെ പിന്നെ ശ്രീനങ്ങളിലെ തലേണിട്ട് അടിക്കുന്ന ഒരു ഷോട്ട് ഉണ്ട് സോങ്ങില്. അതിലൊക്കെ ഓർമ്മയുണ്ട് എല്ലാം തല കുലുക്കുന്നത്. ഞാൻ ഇനി പറഞ്ഞിട്ട് ഞാൻ വലിഞ്ഞു കയറിയാന്നു പറയാതിരിക്കാൻ വേണ്ടിയാണ്. അത് വളരെ നന്നായി. അത് ഓർമ്മയുണ്ടെന്ന് അറിയാൻ വേണ്ടി ഞാൻ വെറുതെ ചോദിച്ചാ. കുഴപ്പമില്ലല്ലോ, ഞാൻ വെറുതെ പറഞ്ഞേട്ടാ. എന്നാലും എനിക്ക് ഫീൽ ചെയ്തു. ചെയ്തല്ലോ അല്ലേ. അപ്പൊ കണ്ടിന്യൂ. അതിങ്ങനെ വെച്ചിട്ട് അടിക്കുമ്പോ അടിച്ചോളാൻ പറയും. നമ്മളോട് ആക്ഷൻ പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ, അറിയില്ലല്ലോ. അടിച്ചോന്ന് പറയും. അപ്പൊ എടുത്തിട്ട് അടിക്കലോട് അടിക്കാൻ നിർത്തില്ല. അവസാനം കട്ട് പറഞ്ഞാലും നിർത്തുന്നില്ല, അടിക്കുക. അപ്പൊ ശ്രീനങ്ങൾ വാങ്ങിച്ചു മതി നീ അടിച്ചത്. അന്ന് സ്കൂളിലൊക്കെ ചെല്ലുമ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? കുട്ടിയിൽ അഭിനയിച്ചിട്ട് ചെല്ലുമ്പോ ടീച്ചേഴ്സിനൊക്കെ ഭയങ്കര സ്പെഷ്യൽ കാര്യമായിരിക്കും അല്ലേ? ഫ്രണ്ട്സ് ആണ് കൂടുതൽ എൻകറേജിങ്. ഞാനിങ്ങനെ പൊതുവെ ആരോടും പറയാറില്ല ഞാനിങ്ങനെ ഞാനിങ്ങനെ ഫിലിം ചെയ്തിട്ടുണ്ട് അങ്ങനൊന്നും ഞാൻ പറയാറില്ല. ഞാനിങ്ങനെ മാറിയിരിക്കും. അപ്പൊ എന്റെ ഫ്രണ്ട്സ് പുതിയ ടീച്ചേഴ്സ് ഒക്കെ വരുമ്പോ ഫ്രണ്ട്സാ പറയാ, മാം അഭിനയിച്ചിട്ടുണ്ട് ഇന്ന സിനിമയിലൊന്നൊക്കെ. അങ്ങനെ അപ്പൊ ടീച്ചേഴ്സ് ഇങ്ങനെ വിശേഷമൊക്കെ ചോദിക്കും, എന്താണ് അങ്ങനെയൊക്കെ. ഒരു കുട്ടി സ്റ്റാർ ആയിട്ടാണ് വളർന്ന് വലിയ സ്റ്റാർ ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യം. ശരിക്കും പറഞ്ഞാൽ ഒരു നടി എന്നുള്ള രീതിയിൽ ഒരു ബാലതാരത്തിന്റെ ആ ഒരു ഇമേജ് ഒന്ന് കുറച്ചും കൂടെ ഒന്ന് മാറിയിട്ട് ഷഫ്നയ്ക്ക് നല്ലൊരു ബ്രേക്ക് കൊടുത്തൊരു ചിത്രം എന്ന് പറയുന്നത് കഥ പറയും. എന്തായി പറയണേ? ഒരു നടിക്ക് ബ്രേക്ക് എന്ന് പറയുമ്പോൾ ബ്രേക്ക് എന്ന് വെച്ചാൽ ചവിട്ടി അവർ അനങ്ങാതെ നിൽക്കുക, അതാണ് ബ്രേക്ക്. നിങ്ങൾ എന്താ ഉദ്ദേശം? മുമ്പോട്ട് പോയി വിജയകരമായിട്ട് പോയി എന്നുള്ളതാണോ? അതിന് ആക്സിലേറ്റർ എന്ന് പറയണ്ടേ? എന്നാ പിന്നെ ഷഫ്നയ്ക്ക് നല്ലൊരു ആക്സിലറേറ്റർ കൊടുത്ത അതാ തറവാടി പടം. അറിവില്ലാത്ത ഞാൻ പറഞ്ഞു കൊടുക്കുന്നുള്ളൂ കേട്ടോ, അല്ല വേറെ ഒന്നും വിചാരിക്കില്ല. ശരി, എന്നാലിപ്പോ പറഞ്ഞ സാധനം ആക്സിലറേറ്റർ കൊടുത്ത പടത്തിന്റെ പേരെന്ന് പറയൂ. കഥ പറയുമ്പോൾ. അപ്പൊ നമ്മൾ കഥ പറയുമ്പോഴിലെ ഒരു എക്സ്പീരിയൻസ് കൂടി പറയാം. അതിനകത്ത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡയലോഗ് ഉണ്ടല്ലോ, ആരാവണമെന്നാണ് ആഗ്രഹം ചോദിക്കുമ്പോ അതേ ആ ഒരു ഫീൽ ഒന്നും കൂടെ പറഞ്ഞു. എനിക്ക് കൃത്യമായിട്ട് സ്കൂൾ ഫീസ് കൊടുക്കുന്ന ഒരു കുട്ടി ആയാൽ മതി അച്ഛാ. വലിയ കാര്യം ചോദിക്കാനുള്ളത്, ശരിക്കും ഷഫ്നയ്ക്ക് കിട്ടിയിട്ടുള്ള വലിയ ഭാഗ്യമാണ്. ഇപ്പൊ മലയാളത്തിലുള്ള ഏതൊരു ആക്ടറിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരൊക്കെ ഇങ്ങനെ വളരെ ആഗ്രഹത്തോടെ പറയാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്,
തലൈവരുടെ കൂടെ ഒന്ന് അഭിനയിക്കാൻ പറ്റാന്ന് പറയുന്നത്, രജനീകാന്തിന്റെ കൂടെ ഒന്ന് അഭിനയിക്കാൻ പറ്റാന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു ഡ്രീമാണ്. അപ്പൊ പറയൂ, രജനി സാറിന്റെ കൂടെ അഭിനയിച്ച അവരുടെ എക്സ്പീരിയൻസ് പറയും. ഇപ്പൊ ഞങ്ങള് ഇത് ഷൂട്ടിന് ഹൈദരാബാദിലായിരുന്നു, റാമോജി ഫിലിം സിറ്റിയിൽ. അപ്പൊ ആദ്യത്തെ ദിവസം ഞങ്ങൾക്ക് ഇങ്ങനെ ലൊക്കേഷനൊക്കെ കണ്ടൊന്ന് പരിചയമാക്കാൻ വേണ്ടിയിട്ട് ലൊക്കേഷനിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ ഒരു വലിയ വീടിന്റെ ഫ്രണ്ടിൽ ഒരാളിങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു തൊപ്പിയൊക്കെ വെച്ചിട്ട്. അപ്പൊ ആദ്യം കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ മനസ്സിലായിട്ടില്ല. എന്നിട്ട് ആള് പെട്ടെന്ന് നമ്മൾ വരുന്ന കണ്ടിട്ട് എണീറ്റ് നമസ്കാരം പറഞ്ഞ് വരൂ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോഴാണ് ശരിക്കും രജനി സാർ ആണെന്ന് മനസ്സിലായത്. അപ്പൊ തന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു നെഞ്ചൊക്കെ ഇങ്ങനെ ഇടിക്കാൻ തുടങ്ങി. എന്നിട്ട് ആള് വിളിച്ചകത്ത് കൊണ്ടുപോയി ഇങ്ങനെ പറഞ്ഞു, കഥ പറയുമ്പോൾ കണ്ടു, നിങ്ങളെ 3 പേർക്ക് നല്ല ഇഷ്ടമായി, അപ്പോൾ നിങ്ങൾ തന്നെ വേണം എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമായിട്ടാണ് വിളിച്ചത്. അങ്ങനെ പറഞ്ഞിട്ട് ഭയങ്കര കംഫർട്ടബിൾ ആക്കി. പിന്നെ ഇതിൻ്റെ ഈ ഫിലിമിൻ്റെ പാക്കപ്പ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പത്തെ ദിവസം എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് അന്ന് രജനി സാറിന് ഷൂട്ടില്ല. രജനി സാറ് എൻ്റെ ബർത്ത്ഡേ ജൂൺ 15 14th രജനി സാർ വെറുതെ സെറ്റിലൊന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എൻ്റെ ദാസ സാർ പറഞ്ഞു, നീ പോയി പറ നിന്റെ ബർത്ത്ഡേ ആണ് നാളെ വരാൻ പറയാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, വരില്ല, എത്ര വലിയൊരാള് ഞാൻ പോയി വിളിച്ച വരില്ല, നീ പോയി പറ, വരുമോ വരാത്തതോ ആളുടെ ഒരു ഇഷ്ടം, നീ വിളിച്ചില്ലെന്ന് വരരുതല്ലോ, പോയി പറയാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു, സാർ എൻ്റെ നാളെ ബർത്ത്ഡേ ആണ്, സാർ പറ്റുകയാണെങ്കിൽ വരണം. ഓക്കെ, ഞാൻ എന്തായാലും വരാമെന്നൊക്കെ കണ്ടു പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നെക്സ്റ്റ് ഡേ സെറ്റിൽ പോയപ്പോൾ ഒന്നുമില്ല, ഒരനക്കൂല, ഒന്നുമില്ല, ഷൂട്ട് നടക്കുക. അപ്പൊ അതിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള കോസ്റ്റ്യൂംസ് അല്ലേ, സ്കേർട്ടും ബ്ലൗസും. സീൻ എടുക്കാൻ തുടങ്ങി. ഒരു 11 മണിയായപ്പോൾ വാസുവാർ ബ്രേക്ക് പറഞ്ഞു. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഇപ്പോൾ റെഡി ആയിട്ട് വരാൻ പറഞ്ഞു. എന്നിട്ട് അവർ വലിയ കേക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ, ഞാൻ ഹാപ്പി ആയി. അപ്പം പോയി ഞാൻ ഇങ്ങനെ കേൾക്കാൻ പോകുമ്പോഴത്തേക്ക് ഒരാൾ കാറിനൊക്കെ ഇങ്ങനെ ഇറങ്ങിയാണ്. രജനി സാർ അയ്യോ ഭയങ്കര എന്താ പറയാ, ശരിക്കും സന്തോഷമായി. എന്ന് വെച്ചാൽ ഞാൻ ജസ്റ്റ് പോയിട്ട് ഇങ്ങനെ എൻ്റെ ബർത്ത്ഡേ ആണ്, പറ്റാണെങ്കിൽ വരണം എന്ന് വെച്ചാൽ ആള് ഓർത്ത് വെച്ച് വന്നു. ആളെനിക്ക് ഒരു പേളിന്റെ മാലയും കമ്മലും സെറ്റ് വാങ്ങി തന്നു. എനിക്ക് വയ്യ. അപ്പൊ രജനി സാറിന്റെ കൂടെ ഇരുന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്ത ആളെന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് നേരിട്ട് സമ്മാനം വരെ, പിറന്നാൾ സമ്മാനം മേടിച്ച ആളാണ് നമ്മുടെ ഇവിടെ നിൽക്കുന്നത്. എന്നിട്ട് എന്താ ചേട്ടാ, ആലപ്പുഴ വന്നപ്പോ എന്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞേക്കായിരുന്നല്ലേ. പിന്നെ അന്ന് പശുപതി സാർ ഉണ്ടായിരുന്നു, മീന ചേച്ചി ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാവരുമായിട്ട് കേക്ക് മുറിച്ചു, രജനി സാർ മുറിച്ചു, വായിൽ വെച്ചു, അങ്ങനെ സെലിബ്രേറ്റ് ചെയ്തു. പിക്ചേഴ്സ് ഒക്കെ ഉണ്ടല്ലോ അല്ലേ? പിക്ചേഴ്സ് ഒക്കെ ഉണ്ട്. മലയാള സിനിമയിലെ ഒരുപാട് നടികൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇതുപോലൊരു ഭാഗ്യം ഉണ്ടായത് ഇദ്ദേഹത്തിനായിരിക്കും അല്ലേ? ശരിക്കും അതാണ് ഭാഗ്യം. അപ്പോൾ ഒരു ഇന്ത്യൻ പ്രണയകഥയും അതുപോലെ ശ്രദ്ധിക്കപ്പെട്ട ഒരു വേഷം ഷഫ്നിക് തന്നൊരു ചിത്രമായിരുന്നു, ഹിറ്റ് ചിത്രമായിരുന്നു. അപ്പൊ ഞാൻ ഒരു ഇന്ത്യൻ പ്രണയകഥയുടെ കാര്യമല്ല ചോദിക്കാൻ പോകുന്നത്, സ്വന്തം പ്രണയകഥയെ കുറിച്ച് എന്ത് പറയുന്നു? എപ്പോഴായിരുന്നു കല്യാണം? 1.5 വർഷമായി. ഡിസംബറിലായിരുന്നു, 2013 ഡിസംബറിലായിരുന്നു. ലവ് മാരേജ് ആയിരുന്നു. എന്ത് ബിനിച്ചേട്ടാ അത് കേട്ടപ്പോ കല്യാണത്തിന്റെ കാര്യം കേൾക്കും ബിനിച്ചേട്ടൻ മൂത്തൊരു സന്തോഷമല്ല? എന്താ ദുരന്തങ്ങൾ ആരും സന്തോഷത്തോട് ഓർക്കാറില്ലോ. പക്ഷെ ഷഫ്നിക്ക് എന്തായാലും സന്തോഷമാണ് അല്ലേ? അപ്പൊ ആ സന്തോഷം അങ്ങനെ തന്നെ നിൽക്കട്ടെ. ഈ സന്തോഷം കളയാതെ അവിടെ ചെന്നിരിക്കും. ഇവിടെ സന്തോഷിക്കാനുള്ള കുറച്ച് വകുപ്പ് കൂടെ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഗസ്റ്റ് സീറ്റിലേക്ക് മൂവ് ചെയ്യാം. ശരി, ഓക്കെ. ഹലോ ചേട്ടൻ എങ്ങോട്ടാ? അല്ല, ഞാനവിടെ ഗസ്റ്റിന്റെ കൂടെ ഇരുന്ന് ഇങ്ങനെ ഓരോ ഐറ്റം കഴിയുമ്പോ ചിരിച്ച് കൊഴിപ്പിക്കായിരുന്നു. അതിന്റെ ഒരു ആവശ്യമില്ല. സുരാജ് എന്നെ മെനക്കെട്ട ചിരിച്ചിരിക്കണേ, ഞാൻ പറഞ്ഞ കിടുക്കൻ ആൾക്കാർ ജനങ്ങൾ ഊപ്പാട് തെറ്റിക്കണ ചിരി. അത് കൊള്ളാം, പക്ഷെ അത് ഇവിടെ നിന്ന് ചിരിച്ചാൽ മതി. ചേട്ടാ സുരാജേട്ടൻ ഇല്ലാത്തതുകൊണ്ട് കുറച്ച് സമയത്തേക്ക് ഇവിടെ നിർത്തിയെന്ന് വെച്ചിട്ട് നമ്മളിങ്ങനെ ഓവറാക്കാൻ പാടില്ല. ആ കുട്ടി അവിടെ പോയി ഇരുന്നോളും. ചേട്ടൻ തൽക്കാലം അകത്തേക്ക് പോകുന്നതായിരിക്കും നല്ലത്. അത് മതിയല്ലേ? വലിയ ഉപകാരം. മറക്കില്ല അല്ലേ? എല്ലാരും നല്ലപോലെ കഴിഞ്ഞ് ഇങ്ങോട്ട് വാ. നിങ്ങൾ ആരാന്നാ ചോദിച്ചേ? ഈ വേഷം കണ്ടിട്ട് മനസ്സിലായില്ല. എന്തിനാ കൊതുകിനെ അടിക്കുന്നേ? പ്രശ്നമില്ലല്ലോ. ഇത് ആര് കാണിക്കുന്നേ? ആര് കാണിക്കുന്നോ? സുരാജോ? സുരാജ് ആളിവിടെ വന്നിട്ടില്ലല്ലോ. ഒന്ന് കാനഡയിലാണ്, ഷൂട്ടാണ്, ദിലീപേട്ടന്റെ പുതിയ പടവേ. ഞാൻ സുരാജ്. ഓ, നിങ്ങളുടെ പേര് സുരാജ് എന്നാണോ? വെറും സുരാജ് അല്ല, ജൂനിയർ സുരാജ്. മുണ്ടക്കൽ ഷാ പേര് കേട്ടോ? സുരാജ്. ശരി. അല്ല എന്താ ഇപ്പൊ വന്നേ? അല്ല, നിങ്ങളോട് നിന്ന് ഇപ്പൊ ആങ്കർ ചെയ്യാന്ന് വിചാരിച്ചു. ആങ്കർ ചെയ്യാനോ? എന്റെ പൊന്നു ചേട്ടാ, നമ്മള് തൽക്കാലം നമ്മുടെ ബിനു അടിമാലി ഉണ്ടല്ലോ, അദ്ദേഹത്തിന് വെച്ച് ഈ ഒരു എപ്പിസോഡ് ഒരു വിധത്തില് ഒന്ന് തള്ളി ഇങ്ങനെ കൊണ്ടേക്കൊണ്ടിരിക്കുകയാണ്.
ബിനു അടിമാലി അപ്പ്. ഏ? വേ. അരെ. ബിനു അടിമാലി ആ എന്താ ബിനുവാടി പോലെ എന്തുദ്ദേശത്തിലാണ് ഇവിടെ നിന്ന് ആഗ്രഹിപ്പിക്കുന്നത്? സുരാജിന്റെ എന്തെങ്കിലും ലക്ഷണമുണ്ട്? ലക്ഷണമൊന്നുമില്ല ഫേസ് ഒക്കെ കണ്ട എന്താ പോലെ ഇരിക്കുക? എന്നൊക്കെ ചോദിച്ചാ ഒരു തൊലി വെളുപ്പെങ്കിലും ഉണ്ടോ സുരാജ്? ഉണ്ടോ? അതില്ല. But me. കണ്ടപ്പോ തോന്നി Okay. പക്ഷെ എന്നാലും ഇപ്പൊ ആവശ്യമില്ല ഇവിടെ. ഞാൻ പ്രശസ്ത മിമിക്രി ആർട്ടിസ്റ്റ് ആണ്. 40 വർഷത്തെ എക്സ്പീരിയൻസാ. എത്ര 40 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എനിക്ക്. ആണോ? പിന്നെ പ്രായം എത്ര? 28 വയസ്സ്. 28 വയസ്സുള്ള ചേട്ടന് 40 വർഷത്തെ അതെ. എക്സ്പീരിയൻസ് അല്ലേ? ആ. ചേട്ടാ നമ്മൾ എന്തുകൊണ്ടാണ് ബിനു അടിമാലി ഇന്നത്തെ ഒരു ദിവസത്തേക്ക് സുരാജ് ചേട്ടന്റെ പകരം എടുത്തെന്ന് അറിയോ? ആ. ആളിവിടെ വന്നിട്ട് നല്ല ഗംഭീരമായിട്ട് കുറെ മിമിക്രി പെർഫോമൻസ് ഒക്കെ നടത്തി. നിങ്ങൾക്ക് 40 വർഷം എക്സ്പീരിയൻസ് ആണെന്നുള്ളത് നമ്മൾ വിശ്വസിക്കാം. പക്ഷേ കുറച്ച് ഇതുപോലെയുള്ള പ്രകടനങ്ങളൊക്കെ കാഴ്ചവെക്കണം. നമ്മുടെ ഓഡിയൻസിനെ വിശ്വസിപ്പിക്കണം. അവരെ കയ്യിലെടുക്കണം. എന്നാലേ നടക്കുള്ളൂ. ഞാനും ചെയ്യും അതൊക്കെ. കാണിക്കൂ. ഞാൻ വന്നിരുന്ന അതിനെക്കാട്ടി ഷൈൻ ചെയ്ത് ഞാൻ ചെയ്തത്. അതാണ് അവസരം ഞാൻ തന്നിരിക്കുകയാണ്. ആ. തെളിയിക്കാം. ശരിക്കും എടുക്കാം. ഏ? ഇതെന്താ? സുരായിട്ട് എങ്ങനെയല്ലേ? കംപ്ലീറ്റ് അതുപോലെ പഠിച്ചു വെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ചെയ്യും. ആ, ശരി ശരി. ഏതൊക്കെ സ്റ്റാർസിനെ ചെയ്യും? സുരേഷ് ഗോപി സുരേഷ് ഗോപി. ആ. ഫിഗറും ഒക്കെ അല്ലേ? ആണോ എന്ന്? എല്ലാം ഏകദേശം ഞാൻ ജസ്റ്റ് ഒന്ന് പിടിച്ചാൽ മതി. മമ്മൂട്ടി എല്ലാം വരെയാവും. വന്നോളും. സുരേഷ് ഗോപിയുടെ പഴയ ഒരു സിനിമയിലെ ഡയലോഗാണ്. ആ. സ്വന്തം ഒന്ന് പറയാൻ എന്തുണ്ടായിരുന്നു തനിക്ക്? കാശിന് പോലും ഗതിയില്ലാത്ത നിന്നെ ജാക്കി എന്ന പേര് വരെ ഇട്ട ഞാനാ. എന്നിട്ട് ഇന്ന് ഞാൻ വെറും ഒരു തെണ്ടി. ശിക്ഷാവിധി കാത്തു കഴിയുന്ന ഒരു പോലീസുകാരന്റെ നിർബന്ധിത ഒഴിവുകാലം അവൻ എത്ര വേണമെങ്കിലും കുടിക്കാം. ഇത് ചോദിക്കാൻ നീയാറ്? നിനക്കെന്താ എന്നോട് പ്രണയാ? അതെന്തായാലും കൊള്ളായിരുന്നു. അത് ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. അടുത്തത് ഫിലോമിന. ആ. ആരുടേത്? ഏതടി അഞ്ഞൂറാൻ? എടാ അഞ്ഞൂറാൻ എന്റെ മുമ്പിൽ കണ്ട് വെട്ടി അരിഞ്ഞു കളയാൻ. അഞ്ഞൂറാനല്ല, ഏത് അർജുനം വന്നാലും ഈ അച്ചമ്മയ്ക്ക് പുല്ലാണ്ട പുല്ല് പോടഞ്ഞൊക്കെ അവിടുന്ന്. അപ്പൊ നമ്മുടെ ആനപ്പാറ അച്ചമ്മ കലക്കിയിരിക്കുകയാണ്. ആ. അടുത്തത് പോരട്ടെ. അടുത്തത് ഞാൻ പിന്നെ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഫിഗറാണ്. ഫുള്ള് കറക്റ്റ് നല്ല മനസ്സിലായി. നല്ല ഫേസ് ആയതുകൊണ്ട് എല്ലാ ഫിഗറും ചെയ്യും. ഞാൻ ജഗദീഷ് ചേട്ടന്റെ ഫിഗർ ഞാൻ. ഓക്കേ, ഓക്കേ. അത് ബിനുചേട്ടൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നോക്കാലോ. ഏതാ? ബിനുചേട്ടനും ബിനു അതൊന്നും അടിമാലി കൊള്ളൂല, അവൻ ചെയ്യണ ഒന്നും കൊള്ളൂലെന്നേ പറഞ്ഞില്ലേ? ശരി ചേട്ടന് പ്രൂവ് ചെയ്യാലോ, സമയമുണ്ടല്ലോ. ഏതെങ്കിലും ഒരു പാട്ടൊന്നിടോ പ്രൊഡ്യൂസ്. എന്തായാലും നമ്മുടെ ബിനു അടിമാലിയെ വെല്ലുവിളിച്ചുകൊണ്ട് അദ്ദേഹത്തിനെ തോൽപ്പിക്കും എന്നുള്ള ഉറച്ച വാശിയോട് കൂടി ജഗദീഷിന്റെ ഫിഗർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ ഇവിടെ എത്തുകയാണ് നമ്മുടെ ജൂനിയർ സുരാജ് എന്ന മുണ്ടക്കൽ ഷാ. എങ്ങനെയുണ്ട്? തകർത്തു. ആ, ഇനിയെങ്കിലും ഞാൻ നിന്നോട്ടെ ഇവിടെ. അല്ല, കാര്യം എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ബിനുചേട്ടനെ ഓൾറെഡി എടുത്തു പോയല്ലോ. പിന്നെ അവന്റെ കാര്യം തന്നെ പറഞ്ഞോണ്ടിരിക്കാൻ എന്തോ ചെയ്യാനാന്ന് പറയുന്നത്. എന്നാലും ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ജൂനിയർ സുരാജ് എന്നാണല്ലോ പറയുന്നത്. ആ. സുരാജ് ഏട്ടനെ കൂടെ ഒന്ന് ഇമിറ്റേറ്റ് ചെയ്തിട്ട് നമുക്ക് തീരുമാനിക്കാം. ഫൈനൽ ഡിസിഷൻ. അയ്യോ, സുരാജിന്റെ ശബ്ദം ഞാൻ എടുക്കൂല. പിന്നെ ഫിഗർ മാത്രമേ ഉള്ളൂ എനിക്ക്. ഫിഗർ മാത്രമേ ഉള്ളല്ലേ? ആ. അപ്പൊ പിന്നെ ഒട്ടും വേണ്ട. ആണല്ലേ? പിന്നെ സുരാജ് ചെയ്യണ പോലെയല്ല ഞാൻ ഇവിടെ നിന്ന് ചെയ്യും. എന്തോ കുറെ ടെക്സ്റ്റ് സ്ലിപ്പും കുറെ കഥ പറയും. പിന്നെ അവിടെ ഇരുന്ന് ഊള പോലെ കിടന്ന് ചിരിക്കും. അങ്ങനെ സുരാജ് സുരാജിന്റെ ചിരി അത്ര ചിരിയല്ല. ഈ പല്ലൊക്കെ വെച്ച് ചിരിച്ചാണ്ടല്ല ടിവിയിൽ നിറഞ്ഞു നിൽക്കും. എന്റെ പൊന്നു ചേട്ടാ, നമ്മൾ ഇത് ഒരു വിധത്തിൽ ഈ എപ്പിസോഡ് ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ആ. ഇവിടെ ഇപ്പൊ ഒരു ജൂനിയർ സുരാജിന്റെ ആവശ്യമില്ല തന്നെയല്ല. താങ്കളൊക്കെ ഇങ്ങനെ ജൂനിയർ സുരാജ് എന്ന് പറഞ്ഞ് വന്ന് നിന്ന് കഴിഞ്ഞാൽ സുരാജ് ചേട്ടൻ എങ്ങാനും കണ്ടാലത്തെ അവസ്ഥ അറിയോ? ആ. എന്നെയും കൂടെ ഫ്ലോറിൽ നിന്ന് ഇറക്കി വിടും. പിന്നെ ഇമാതിരി പരിപാടിയൊന്നും വേണ്ട. സുരാജ് ചെയ്യണൊക്കെ ഞാൻ ടെക്സ്റ്റ് സ്ലിപ്പ് കണ്ടോ? ലുങ്കിയിൽ ചെളി പുരളരുത്. പറ, സ്പീഡി പറ. അയ്യോ, അവിടെ തന്നെ തെറ്റി. ചേട്ടാ ലുങ്കിയിലല്ല, മുണ്ടിൽ ചെളി പുരളരുത്. അങ്ങനെയാണ്. മുണ്ടിലൊക്കെ ചെളി പുരണ്ട് കഴിഞ്ഞാൽ അത് കഴുകി മെനക്കേടാണ്. അതൊക്കെ വലിയ പാടാ. ലുങ്കി ആണെങ്കിൽ അറിയൂല. കണ്ട് കഴിവലി കഴിയുമല്ലേ. അതൊക്കെ കൊണ്ടല്ലേ അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത്. അത് ബുദ്ധി വേണം. അതാ ചേട്ടാ, ആ. ഈ കഥയൊന്നും ഇവിടെ ചെലവാവൂല. മാത്രല്ല ജൂനിയർ സുരാജ് വെഞ്ഞാറമൂടുള്ള പേര് ജൂനിയർ തന്നെ സുരാജ് മുണ്ടക്കൽ അത് തന്നെ ഷാ. ഇവിടെ ഏക്കൂല. അപ്പൊ പിന്നെ നമ്മള് തൽക്കാലം അത് ബിനു അടിമാലി ചേട്ടനെ വെച്ചിട്ട് നമ്മളിങ്ങനെ മാനേജ് ചെയ്തോളാം. ബിനു കൊള്ളൂല, അതുകൊണ്ട് ഞാൻ പറഞ്ഞു. സാരല്ല, ഇനിയിപ്പോ നമ്മൾ അനൗൺസ് ചെയ്ത് പോയല്ലോ. അപ്പൊ പിന്നെ ചേട്ടൻ തൽക്കാലം സ്ഥലം ഒഴിവായി തന്നിരുന്നെങ്കിൽ. എല്ലാവരോടൊക്കെ കോട്ടും പാൻ്റൊക്കെ വാടകയ്ക്ക് എടുത്തും പോയി. ഒരു 250 രൂപ ഉണ്ടാവും. എന്തിന്? ഇതിന്റെയൊക്കെ വാടക കൊടുക്കാനേ ഇട്ട് ഷൈൻ ചെയ്യാൻ വന്നതാ. ചമ്മിപ്പോയി. ഒരു ഐഡിയ ഉണ്ട്. ഈ ഡോറ് ഇറങ്ങിയിട്ട് വെളിയിലോട്ട് ചെല്ലുമുണ്ടല്ലോ, ആ. അവിടെ ഒരാളുണ്ട്, പ്രൊഡ്യൂസർ. അന്വേഷിച്ചാ മതി, പുള്ളി തരും. ഒന്ന് പറഞ്ഞേക്കണേ. ഞാൻ പറയാം. ജൂനിയർ ചെല്ല്, ചെല്ല്. സുരാജ് വന്നു. ശരി. പ്രൊഡ്യൂസറേ, വണ്ടിക്കൂലിയില്ല പോവാൻ. അബദ്ധത്തിന് വന്നു പോയതാ. പ്രൊഡ്യൂസ് നീ ഇതെന്താണ് ഇത്?
എടാ നിന്റെ അപ്പൂപ്പ മരിച്ചുവോ എന്ന് പറഞ്ഞിട്ട് ഈ വീട്ടിലെ കാര്യങ്ങൾ മൊത്തം നോക്കേണ്ടത് നീയല്ലേ? എന്താണ് സങ്കടം? ഒരുപാട് പേര് വരുന്ന കേട്ടോ നീ ഇങ്ങനെ നടന്ന് മോയിക്കൊണ്ടിരുന്ന. നിനക്കറിയാവോ ആ. ഇന്നലെ രാത്രി ഒരു 8:30 ചോറ് വന്നിട്ട് അപ്പൂപ്പൻ പോയി റൂമിൽ കിടന്നാണ്. ഞാനും അപ്പൂപ്പനല്ലേ ഉള്ളൂ ഇവിടെ. ഒരു 12:30 അപ്പൂപ്പൻ എന്ന് പറഞ്ഞ രേമ്പക്കം വിട്ടു. ഞാൻ ഞെട്ടി കിടന്നപ്പോ എഴുന്നേറ്റ് ഒറ്റ ഓട്ടാണ് അടുക്കളയിൽ. ചാവാൻ പോകുമ്പോ ഭയങ്കര ശക്തിയായിരിക്കും. അടുക്കളയിലൊക്കെ ഓടിച്ചെന്ന് ചോറും കലത്തിന്ന് ചോറ് വാരി ഇങ്ങനെ കമ്മം കുമ്മത്തിന്ന് ചോറ് നെറുകെ കയറിയാണ് ചത്തത്. എടാ നിന്റെ അപ്പൂപ്പനെ അടക്കുകയാണോ കുഴി കുഴിച്ച് അടക്കുകയാണോ അതോ തീ കത്തിച്ച് വിടുകയാണോ? ലോക്കറിൽ വെച്ചല്ലെന്ന് ആലോചിക്കണേ. ഗുഡ് ഐഡിയ. നിനക്ക് വേറെ പണിയില്ല, അവിടെ 100 കൂട്ടം ഓരോരോ കാര്യങ്ങൾ നോക്കാനല്ലേ നിന്റെ അടുത്ത് ഞാൻ പറയുന്നത്. അറിയാവോ 70 രൂപയായി ഓട്ടോറിക്ഷ കാശ്. ഞാൻ പറഞ്ഞാണ് ബസ് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് നടക്കാവുന്ന ദൂരമുള്ളൂ. എടി 6 കിലോമീറ്ററല്ലേ ഉള്ളൂ. നമ്മ ഒന്നും ഒറ്റയും പറഞ്ഞ് നടന്നിരുന്നെങ്കിൽ ഇവിടെ എത്തിയാനില്ലേ. വെറുതെ 70 രൂപ കൊണ്ട് ദുർച്ചലവാണ്. വെറുതെ ആ ഓട്ടോറിക്ഷക്കാരന് കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? ചേട്ടാ ആളുകൾ ശ്രദ്ധിക്കണേ. ആളുകൾ എന്ത് ശ്രദ്ധിക്കണ്? എവിടെയെങ്കിലും പോകാനായിട്ട് ഇറങ്ങി അപ്പ തുടങ്ങും തള്ളക്കും മുക്കും വിശക്കണേ എനിക്ക് വിശക്കണേ എനിക്ക് വിശക്കണേ എന്ന് പറഞ്ഞ് വയറ് നിറച്ച് മസാല വെച്ച് മേടിച്ചെന്നാ 150 രൂപ ഹോട്ടലിൽ. അയ്യ ഒരു മസാല ദോശ വാങ്ങി തന്നെ. എന്നിട്ട് ഞങ്ങൾ രണ്ടാളും കൂടെ അതാ കഴിച്ചേക്കണം. എടി അതൊക്കെ എന്നെ കണ്ടുപിടിക്ക്. ആ മസാല ദോശയുടെ സൈഡിൽ ഫ്രീ ആയിട്ട് തരുന്ന വട കഴിച്ചാ ഞാനീ നിക്കണത്. അത് ഫ്രീ അല്ല, 7 രൂപ കൊടുത്ത്. ഇത്രയുള്ള വടക്ക് 7 രൂപ മേടിച്ചാ അത് പോയി ചോദിക്കണല്ലോ. ചിത്രയൊക്കെ പറയണേ. ഇത് വന്നിട്ട് ഇവിടെ നിൽക്കണ കരയണ്ട കരയണ്ട. അപ്പൂപ്പനൊന്നും മരിച്ചെന്നുള്ളു, വേറെ കുഴപ്പമൊന്നുമില്ല. അങ്ങോട്ട് ചെല്ലുമോളെ ചെല്ലി. അപ്പൊ 60 ഓട്ടോറിക്ഷക്കാശ് 150 രൂപ കടയിലുമായിട്ട് 60 6 7 9 12 മണിക്ക് 9 12 65 പിന്നെ മറ്റേ 75. നീ എന്നെ കണക്ക് തെറ്റിക്കല്ലേ? എന്താണ് നിനക്ക് വേണ്ടത്? 9:30 മരിച്ചത് 12 മണിക്ക് അടക്കുമെന്ന് അളിയനടി ഞാൻ പറഞ്ഞാണ്. അതിനിപ്പോ ഞാനെന്താ തലകുത്തിക്കണോ? അളിയനൊന്നും കാണളി അവിടെ കിടത്തി. പിന്നെ ജീവിച്ചിരിക്കുമ്പോ ഞാൻ ആ കാർ തുറ കണ്ടിട്ടില്ല. പിന്നീട് മരിച്ചപ്പോ നീ ഒന്ന് പോയടാ. അളിയ നാട്ടുകാരെ ബോധിപ്പിക്കാനെങ്കിലും ഒന്ന് ചെല്ലളി, ഒന്ന് കാണളി. ഇങ്ങനെ ഇടഞ്ഞു നിൽക്കാൻ ഞാൻ പോയി കണ്ടോളാം. എനിക്ക് കാശൊന്നും കൊടുക്കണ്ടല്ലോ. ഇങ്ങനെ പിശുക്കനാ എന്ത് ചെയ്തു? ഹലോ, ആ സുദേവനാ. 9:30 ഒന്നുമില്ലായിരുന്നു. വെറുതെ കിടന്ന് ഒരു 12 മണിയാകുമ്പോൾ എഴുന്നേറ്റ് അടുക്കളയിൽ പോയി ചോറ് അങ്ങോട്ട് കമ്മം കുമ്പം തിന്ന് അങ്ങനെ ചോറ് നെറുകെ കയറി ചത്താണെന്ന് തോന്നുന്നത്. ആ അതെ 12 മണിക്ക്. ഓക്കേടാ. എടാ കൂട്ടുകാരോടൊക്കെ ഒന്ന് പറഞ്ഞു തരും. അളിയനൊക്കെ എത്തിയിട്ടുണ്ട്. ഓക്കെ എന്നാ ഓരോരുത്തരും അറിഞ്ഞ് വന്നേ ഉള്ളൂ. അല്ലെ ഇങ്ങനെ കരയല്ലേ അളിയ. അളിയനൊക്കെ കരഞ്ഞാൽ എനിക്ക് പിടിച്ചിരിക്കാനൊക്കെ അല്ലട്ടെ. ഞാൻ ഒറ്റക്കാണ്. ഇങ്ങനെ കരയല്ലേ അളിയ, എനിക്ക് സങ്കടം വരും. നീ ഒന്ന് പോയടാ. ആരാ കരഞ്ഞു? അളിയൻ അത് കണ്ടാൽ ആരാ ചിരിക്കാതിരിക്കണം? എന്താണ് അളിയ? ഞാൻ ചിരിച്ചതാണ്. എന്തിനു മരണ വീട്ടിൽ വന്ന് ചിരിക്കണതിനാണ്? മരണ വീടല്ല, ഡെഡ് ബോഡി മൂടിയിട്ടിരിക്കണല്ലോ. ഇവിടെ കോമഡി ഷോ നടക്കും. മന്നവർക്ക് മുഖം കാണണ്ടേ എന്ന് പറഞ്ഞാ പല്ലൊന്നും മുങ്ങിയിരിക്കണം മൂടി ഇടാൻ പറ്റുവാ? എടാ കാർന്നവരോട് ഇന്ന് മരിക്കാൻ പറഞ്ഞാണ്. നാളെ മരിച്ചാ പോരായിരുന്ന? നാളെ ഞായറാഴ്ച എനിക്ക് പണിയില്ലായിരുന്നു. ജീവിച്ചിരിക്കുമ്പോ നീ ആ കാർന്നവർക്ക് പച്ചവെള്ളം കൊടുത്തിട്ടുണ്ടാ. എന്നിട്ട് ഇപ്പൊ വായിക്കരി ഇടാൻ നടക്കണത്. എന്റെ വായനോലെ കേൾപ്പിക്കരുതട്ടാ. ഞാൻ അവളെ വിളിച്ചിട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് ഉച്ചക്ക് പണിക്ക് കയറാം. അളിയൻ ഇവിടെ അളിയനെ ഞാൻ തച്ചുകാശ് തന്നാ പോരെ? തരാം. മിണ്ടാതെ നിന്നാ മതി. ഇങ്ങനെ പിശുക്കനാ അല്ലിയാ. ഒരു ദിവസം ചെലവെന്ന് അറിയാം. ആ പോവാടി, നമുക്ക് പോവാം. മോളെ വിളിക്കും. പോവാ. എനിക്ക് ഒരു കാര്യം പറയാൻ വന്നാ. അവിടെ ഒരു കറുത്തിട്ട് ഒരുത്തൻ നമ്മുടെ മോളുടെ പുറകെ ഇങ്ങനെ ചുറ്റിക്കറങ്ങണ്. ഏതാണ് അവൻ? കറുത്തിട്ട് ഒരുത്തനാ? അതാരാണെന്നാവോ? എന്താണ്? ഏതാ ഒരുത്തൻ കറുത്ത ഒരുത്തൻ ഞങ്ങളുടെ മോളുടെ പുറകെ കിടക്കുന്നു? മോളുടെ പുറകെ നടക്കണം. ആ കറുത്തിട്ട് ഒരുത്തൻ അതെന്റെ കൂട്ടുകാരനായിരിക്കും. വിക്രം. വിക്രം അവനായിരിക്കും. വിക്രോ? ആ അവന്റെ വീട് എവിടെയാണ്? അവന്റെ വീടില്ലേ കാണാൻ? 2 നില വീടില്ലേ ആ മഞ്ഞ പെയിന്റ് അടിച്ചത്? ആ വീട് അവന്റെയാണ്. അത് അവന്റെ വീടാണ്. പിന്നെ അവന്റെ വീട്ടിലാരൊക്കെ ഉണ്ടോ? അമ്മ ചെറുപ്പത്തിലെ മരിച്ചുപോയി. അച്ഛനുണ്ട്. ഭയങ്കര കാശുകാരാ. ഒറ്റ മോനാണ്. പിന്നെ ഇവൻ ഗൾഫിലാണ്. ഇപ്പൊ ലീവിന് വന്നേക്കാൻ ഉടനെ പോകും. ഗൾഫുകാരൻ പയ്യനാണ്. ഗൾഫുകാരനാണ്. നീ വന്നിട്ട് എന്താ അളിയാ? നിന്റെ അല്ല വിളിച്ചത്. ഞങ്ങള് 12 മണിക്ക് എടുക്കും. 12 മണിക്ക് അതവിടെ കിടക്കട്ടെ. നീ ഒന്ന് ചുമ്മാ നീ അതിന്റെ കാര്യങ്ങൾ നോക്ക്. നീ ആ വീട് കണ്ട? 2 നില വീട്. ആ വീട്ടില് നമ്മുടെ മോള് മരുമോളായിട്ട് ചെന്നാൽ എങ്ങനെ ഇരിക്കും? എന്താ പറയണെന്നാ? എടി നോക്കിയും കണ്ട് നിന്നാലുണ്ടല്ല അവന്റെ പെടലിക്ക് വെച്ചു കൊടുക്കണം നമ്മുടെ മോള. ആളുകൾ ചോദിക്കണ ഇവിടെ കിടന്ന് ഒച്ച എടുക്കല്ലേ? ഇതൊരു മരണ വീടാണ്. കിടന്ന് ഒച്ച എടുക്കണത് ഞാൻ മറ്റവനെ വിളിച്ച ആക്രാന്തന. ആക്രാന്തന? നിന്റെ വിക്രം വിളിച്ചാണ്. അവനെ വിളിക്കാനാ? അവനിവിടെ പോക്കൃത്തരവ് കാണിച്ചു വെച്ചാണ്. എന്റെ അളിയെ വിളിക്കാൻ വിളിക്കാവനാ. നീ എന്താ തമിഴ് പാട്ട് പാടണ? അല്ല വിളിച്ചിട്ട് അതേ തന്നെ മണത്തവൻ പറ്റി. ഒന്നും ഒരക്ഷരം പറയുന്നില്ലല്ലോ. കഷ്ടമാണ് കേട്ടോ. എന്തും ഭാവിച്ച എന്താടാ
എന്തേ എന്തേ ഇതാരാന്നറിയാവോ? ധാരാണെന്ന് എനിക്കെന്തു എന്റെ മോളാണ്. നീ എന്തേ ഈ പുറകിടന്ന് കൊണകൊണകൊണകൊണകൊണാന്ന് പറഞ്ഞോണ്ട് നടക്കണത്? ഞാൻ സ്വന്തമായിട്ട് സംസാരിച്ചാണ്. സ്വന്തമായിട്ട് ഞാൻ സംസാരിക്കും. അവിടെ വെറുതെ ഇങ്ങനെ നോക്കിയതാണ്. നീ നോക്കണ ആ. നിന്റെ ഉദ്ദേശം എന്താണ്? എന്റെ മോളുടെ ഭാവി കളഞ്ഞോണ്ട് നീ എന്താ ഉദ്ദേശിക്കുന്നത്? നിങ്ങളുടെ മോടെ ഭാവി കളഞ്ഞു, അതെങ്ങനെ? കല്യാണം ഉറപ്പിച്ചു വെച്ചിരുന്ന പെണ്ണാണ്. എപ്പോ? നീ മിണ്ടാണ്ടിരിക്കടി. ഞാൻ എന്തെങ്കിലും പറഞ്ഞതിന്റെ ഇടയ്ക്ക് വർത്താനം പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കല്യാണം ഉറപ്പിച്ചു വെച്ചിരുന്ന പെണ്ണാണ്. അതിനെന്തുവാ? നീ പറയാനാണ് അവളുടെ ഭാവി നശിപ്പിച്ച. ഞാനൊന്നും ഒന്നും ചെയ്തില്ല. ചെക്കന്റെ വീട്ടുകാർ വിളിച്ചിരുന്നു. ഇവിടെ കല്യാണം ഉറപ്പിച്ചിരുന്ന ചെക്കന്റെ വീട്ടുകാർ വിളിച്ചിരുന്നു. എപ്പാ? വേറൊരു പയ്യനായിട്ട് സഫേറുള്ള പെണ്ണുമായിട്ട് യാതൊരു സഫേറാ? ബന്ധം. അങ്ങനെ എന്ത് ബന്ധമാണ്? ഞാനിതാ ഇപ്പോഴാണ് ഇതിനെ കാണാൻ. തയ്യാറായിക്കോ. എന്തിന്? കല്യാണത്തിന് കല്യാണം മിണ്ടിപ്പോരുത്. ഞാനും എന്റെ മരുമകനും കൂടി സംസാരിക്കണേ. മരുമോനാ? ആ. അച്ചാറ് ഞാൻ കൊന്നുകളയും കേട്ടോ. നിന്റെ അച്ഛനോട് ചോദിച്ചിട്ടാണോ നീ എന്റെ മോളുടെ പുറകെ കിടന്നത്? അവളുടെ ഭാവി തെളിയിച്ചു. അവള് മുമ്പേ നടന്നല്ലേ, ഞാൻ എന്റെ പുറകെ നീ വന്നു. മിണ്ടിപ്പോരുത്. കല്യാണത്തിന് വേഗം തയ്യാറായിക്കൂടാ. നിർത്തിക്കേ. എന്താണ്? ഇതൊന്നും അടക്കം കഴിഞ്ഞിട്ട് എന്തെങ്കിലും ആകട്ടളിയാ. ഇവിടെ കിടന്ന് ബഹളം എന്നാ അത് അവിടെ കിടന്നോളൂ. കാക്കൊന്നും കൊത്തിക്കൊണ്ടുപോകില്ല. അവിടെ കിടക്കട്ടെ. നീ ഇങ്ങോട്ട് വന്നേടാ. എന്താണ്? ആദ്യം ഇതിനൊരു തീരുമാനം ഉണ്ടാക്കട്ടെ. വന്നേ. നിങ്ങൾ എന്റെ ഒപ്പം ഒന്ന് താളത്തിനൊന്ന് ചവിട്ടി നിൽക്ക്. എന്നാലും ഇതൊക്കെ പോ. എന്ത്? അതെ, മരണം നടന്ന ഇവിടെ എവിടെ എന്താ മാറി സംസാരിക്കണം? അല്ല, ഇത് ഞങ്ങളുടെ ഒരു ഫാമിലി മാറ്ററാണ്. അല്ല, കണ്ടപ്പോ ചോദിച്ചെന്ന് മാത്രം. അല്ല, ചേട്ടനാരാ മനസ്സിലായില്ല. ഞാൻ ഈ നാട്ടിലൊരു പ്രധാനിയാണ്. പേരെന്താണ്? പ്രതാപൻ. ആ, ചേട്ടനെയാണ് എനിക്ക് വേണ്ടത്. ആ, പറ. ഇതെന്റെ ഒരേ ഒരു മകള്. ഉവ്വ. കല്യാണം ഉറപ്പിച്ചു വെച്ചിരുന്ന പെണ്ണാണ്. പെണ്ണാണ്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഒരുത്തൻ കയറി അവളുടെ പുറകെ നടന്ന് എന്തോ പുക്കൃത്തനം കാണിച്ച് എന്റെ മോളുടെ കല്യാണം പോലും മുടങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ്. അതിപ്പോ ഞാനെന്ത് ചെയ്യണമെന്നാ പറയണത്? നിങ്ങളൊരു മാന്യനാണ്. അതേ മാന്യനാണ്. നിങ്ങളുടെ മുഖത്ത് അത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇടപെട്ടിട്ട് എന്റെ മോളുടെ കാര്യത്തിൽ ഒരു തീർപ്പുണ്ടാക്കി തരണം. ഇതൊരു കാരണവശാലും സമ്മതിക്കാൻ പാടില്ല. ഇവിടെ വന്നൊരു ചെറുപ്പക്കാരൻ ഈ പിഞ്ചു കുഞ്ഞിനോട് അപമര്യാദയായിട്ട് പെരുമാറി. അതെ. അവളുടെ വിവാഹം മുടങ്ങി. വിവാഹം മുടങ്ങി. സമ്മതിക്കല്ലേ? ഞാൻ മാന്യനാണ്, അതുകൊണ്ട് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി തരാം. മോള് കരയണ്ട മോളെ. എടാ, ഇനിയൊന്നും മിണ്ടരുത്. നീ മിണ്ടരുത്. എടാ, നിന്റെ അപ്പൂപ്പനെ വിളിച്ച് കിടക്ക്. എടാ, നിന്റെ കൂട്ടുകാരൻ നീ വീട്ടിലെ ആളുകളെ ഏറ്റെടുത്ത് നോക്കൂടാ. ആ പെൺകുട്ടിയോട് ഒരു ചെറുക്കൻ അപമാനമായിട്ട് പെരുമാറി. അതെ, നിർത്തിക്കേ. നീ മിണ്ടരുത്. പ്രതാപൻ ചേട്ടൻ ഇതിൽ ഞാൻ ഇടപെടും. ഒരു അച്ഛന്റെ രോദനം. രോദനമല്ല, ഞാൻ എമ്പക്കം വിട്ടാണ്. പ്രതാപൻ ചേട്ടാ ഒന്നും നോക്കിയെന്നുള്ള അല്ലാതെ വേറെ വിഷയം. എന്തായാലും ശരിയാ പെൺകുട്ടിയുടെ. നീ കൂടി ഇവിടെ ഉണ്ടാ. എടാ, നീ കൂടി ഇവിടെ ഉണ്ടായിട്ടാണ് ഇങ്ങനെ സംഭവം ഇവിടെ നടന്നത്. ഞാൻ കാണാൻ വന്നേണ്. എന്റെ കല്യാണമൊക്കെ കല്യാണമൊക്കെ ആയി. ആ പുള്ളി ഉണ്ടല്ലോ, നിന്റെ അച്ഛൻ ആയ ഞാനറിയാതെ നിന്റെ കല്യാണം. ആ പുള്ളി നിശ്ചയിച്ചാണ്. ദേ ആ പെണ്ണുമായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയെന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞ ഇടപെടണ്ടെന്ന് പറഞ്ഞ ഒരു 1000 പ്രാവശ്യം. അച്ഛനും മോനും ആണല്ലേ? അതെ. അതെ, അപ്പൊ കാര്യങ്ങൾ എളുപ്പമല്ല. എന്താന്ന് വെച്ചാൽ തീരുമാനിച്ച് ഒടക്ക് അങ്ങോട്ട് കയറി അങ്ങോട്ട് ഉടക്കുന്നു. അതെ, ചിലപ്പോ എന്റെ മകൻ നിങ്ങളുടെ മകളോട് എന്തെങ്കിലും പറഞ്ഞു കാണും. ചിലപ്പോ നിങ്ങളുടെ മോൾക്ക് അവനോട് ചെറിയൊരു ആവശ്യം തോന്നും. അതൊക്കെ ഒരു കല്യാണത്തിലേക്കൊക്കെ വളർത്തിയെടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാന്യത കുറവല്ലേ? നിങ്ങളൊരു മാന്യനായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിനകത്ത് കയറി ഇടപെട്ടത്. അറിയാമോ? അല്ല, അതല്ല, എന്റെ ഒറ്റ മോനെ. നിങ്ങളുടെ മാന്യതയുടെ മുഖം കൂടി വലിച്ചു കയറാതെ വലിച്ചു നിങ്ങൾ കീറുന്നില്ല. എന്തെങ്കിലും ഒരു തീർപ്പ് കൽപ്പിക്കൂ. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഞാൻ ആറ്റുമായിട്ട് ഉരുളി കെടുത്തിട്ടുണ്ട്. കൊച്ചനാണവൻ. എന്താണ്? ആറ്റുമായിട്ട് ഉരുളി കെടുത്തിട്ട് ചെക്കനാണെന്ന്. അവന്റെ മോന്താണ്ടാല് കറച്ചട്ടി അമത്തി ഉണ്ടാക്കിയതാണ്. അളിയ മുഹൂർത്തമൊക്കെ നോക്കണ്ടല്ലേ? ഇത് കഴിഞ്ഞിട്ട് അത് നോക്കിയിട്ട് എന്താന്ന് വെച്ചാൽ എന്താണോ? മുഹൂർത്തം നോക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഈ അടക്കം കഴിഞ്ഞിട്ട് മുഹൂർത്തം നോക്കിയിട്ട് എന്താന്ന് വെച്ചാൽ ചെയ്യും. മുഹൂർത്തം ഞാനിപ്പോ നോക്കാം. അണിയാനൊക്കെ ഞാൻ ജോത്സ്യനെ വിളിക്കാം. ആ ജോത്സൻ, ഞാനാ മധുവാണ്. അതെ, നമുക്ക് ഇന്ന് പറ്റിയൊരു മുഹൂർത്തം ഉണ്ടാവും. 11:30 12-നും 12:30 കൊടുക്ക്. മുഹൂർത്തം ഉണ്ടല്ലോ. സ്കൂള് പോലും അടിക്കാൻ കാശിലാണ് ചേട്ടനല്ലേ? അല്ല, ഞങ്ങൾ തമ്മിൽ ഫാമിലി മാറ്ററുകൾ പലതും പറയാം. അതിന് നിങ്ങൾ ഇടപെടേണ്ട ഈ കാര്യം. അടക്കം കഴിഞ്ഞിട്ട് എല്ലാം ഞാൻ സംഭവിച്ചു. സ്ത്രീധനത്തിന്റെ കാര്യമൊക്കെ അത് ഞാൻ സംസാരിക്കാനിരിക്കുന്നു. സ്ത്രീധനമായിട്ട് ഞങ്ങൾക്ക് എന്ത് തരും? എന്ത് കൊടുക്കും വെച്ചാ പറഞ്ഞു. എടാ, പോത്തപ്പറമ്പ സ്ത്രീധനമായിട്ട് നമുക്ക് ഇങ്ങോട്ടല്ലേ കിട്ടുന്നത്? ഇങ്ങോട്ട് ഇങ്ങോട്ട് തരും. ഇങ്ങോട്ടല്ല, നിങ്ങൾ എനിക്ക് 50 ലക്ഷം രൂപ തരണം. അല്ല, സാധാരണ ചെറുക്കൻ വീട്ടുകാർക്കാണ് സ്ത്രീധനം കിട്ടുന്നത്. അല്ല, ഇപ്പൊ നിങ്ങൾക്ക് 50 ലക്ഷം രൂപ ലാഭം ഉണ്ടാക്കിക്കൊണ്ടാ ഞാൻ ഈ സംസാരിക്കുന്നത്. എന്ത് ലാഭം? എന്റെ മോളുടെ പേരില്, ഇവന്റെ പേരിൽ ഞാനൊരു പീഡന കേസ് കൊടുത്താലല്ല, 1 കോടി രൂപ നഷ്ടപരിഹാരം കൊടുത്തു കഴിഞ്ഞാലല്ല നിങ്ങൾ എനിക്ക് തരേണ്ടി വരും. അതാണ് 50 ലക്ഷം രൂപ ലാഭം. 50 ലക്ഷം രൂപ എന്നാ മതി. ഒന്ന് നോക്കിയാ അതെങ്ങനെ പീഡനവും? നീയൊക്കെ നോക്കിയാ മതി. അതിനേലും വലുതാ സംഭവിക്കുന്നത്. മാറിക്കണങ്ങട്. സമയം പോണ 12 മണിക്ക്. എന്റെ മകന്റെ നീ മാറി തീരുമാനം ഉണ്ടാക്കും. വേഗമാട്ടെ. ഒരു കാര്യം ചെയ്യ്. ഞാൻ സമ്മതിച്ചു. ബാക്കി കാര്യമൊക്കെ ബാക്കി കാര്യം എന്ന് വെച്ചാൽ അല്ല, ഡേറ്റും കാര്യങ്ങളൊക്കെ എനിക്ക് എന്റെ അളിയനായിട്ടൊന്ന് സംസാരിക്കാം. എന്റെ മകന്റെ കാര്യമല്ലേ? ആ. എനിക്കൊന്നും അവനോട്ടൊന്നും അളിയാ, വാ, അളിയാ. അളിയ ഈ അടക്കം 12 മണിക്ക് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യാൻ നീ ഇങ്ങോട്ട് വന്നേ. അപ്പൊ നീ അടക്കം നടത്തിക്കോ. അപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ ഞാൻ
അടിയന്തരത്തിന് വരാം വിട്ടോ ഞാൻ പൊക്കോട്ടെ ഒന്നും തോന്നരുത്. നീ വിട്ടോ, നീ പോയി കാര്യങ്ങൾ ഞാൻ അതിന്റെ ഒരു ചടങ്ങിലൊന്നും നോക്കിക്കോട്ടെ. എന്ത് തീരുമാനിച്ചു? നമുക്ക് അധികം നീട്ടി വെക്കുന്നില്ല, കാരണം ഇവന്റെ മനസ്സെപ്പോ വേണേലും മാറാം. ഈ വരുന്ന 24-ാം തീയതി 24-ാം തീയതി 10:30 മുഹൂർത്തം. 10:30 എവിടെ വെച്ച്? ഇവിടുത്തെ SN ഓഡിറ്റോറിയത്തിൽ വെച്ച്. അതിവിടെ അടുത്തുള്ള ഒരു കിലോ നിങ്ങളുടെ എളുപ്പത്തിന് വേണ്ടിയാണ് ഞാനത് വെച്ചിരിക്കുന്നത്. പിന്നെ സദ്യയുടെ കേസ് എനിക്ക് വിട്ടു തന്നെ. അതെങ്കിലും എനിക്ക് വിട്ടു തന്നെ. എത്ര പേര് സദ്യ ഉണ്ടാവും? 2000 പേരുടെ സദ്യ, ഭയങ്കര പോഷക 16 കൂട്ടം കറി, 3 തരം പായസം. പോരെ? സന്തോഷമായില്ലേ? സന്തോഷമായി. അപ്പൊ ഇനി കല്യാണത്തിന് വിളിച്ചില്ല പറഞ്ഞില്ല എന്ന് പറയരുത്. കല്യാണത്തിന് നേരത്തെ എത്തിക്കണം. ഒഴിഞ്ഞ വയറുമായിട്ട് വരാതെ നിറഞ്ഞ കവറുമായിട്ട് വരണം. ആ കവറിൽ എന്തെങ്കിലുമൊക്കെ കാണണം, അതെനിക്ക് തന്നെ. ഒരു രാജവടുത്ത ചേട്ടന് നീ ഒരാള് കാരണം ഇതൊക്കെ സംഭവിച്ചത് കേട്ടാ. എന്ത് അവനെന്തേ അടക്കമൊക്കെ കഴിഞ്ഞാ? അടക്കമൊക്കെ കഴിഞ്ഞ് ആൾക്കാരൊക്കെ പിരിഞ്ഞു കൊടുക്കുക. അതെ പ്രധാന ചേട്ടാ, ഇനിയിപ്പോ ഞാൻ വീട്ടിലോട്ട് വരേണ്ട കാര്യമില്ല. അപ്പൊ അടിയന്തരത്തിന്റെ ഡേറ്റ് എടുത്തിട്ടുണ്ട്. 24-ാം തീയതിയാണ് അടിയന്തരം. എന്താണ് കല്യാണം? നമ്മുടെ SN ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ്. ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഞങ്ങളുടെ കല്യാണം. അതെങ്ങനെ 10-നും 10:30-ക്കും 10:30 അടക്കാണ് ഞങ്ങളുടെ മുഹൂർത്തം. 2000 പേരുടെ സദ്യ, 16 കൂട്ടം കറി, 3 തരം പായസം. നമ്മൾ ഒരുമിച്ച് പറഞ്ഞില്ല അന്നപ്പോ അടിയന്തരം നടത്തുന്നത് കല്യാണാണെന്ന് ആര് പറഞ്ഞു? എടാ നിന്റെ അളിയനല്ലേ ഇതൊക്കെ ഏർപ്പാട് ചെയ്തത്? അളിയനാണ് ഏർപ്പാട് ചെയ്തത്. ഓ അപ്പൊ അപ്പൂപ്പന്റെ അടിയന്തരം നടത്തുമ്പോ ആ ചെലവിൽ മകളുടെ കല്യാണം നടത്താനാ പുള്ളിയുടെ പരിപാടി. ആ പിശുക്കനെ ഒന്ന് കാണുന്നുണ്ട്. ഇതെന്താ അളിയൻ പോയില്ലേ? പകുതി എത്തിയപ്പോഴും ഞാൻ വേറൊരു കാര്യം ഓർത്തത്. എന്ത് കാര്യം? നീ എനിക്കിന്ന് എന്റെ തച്ച് തന്നില്ല 750 രൂപ താളിയാ. എന്റെ അളിയാ. ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിലേക്ക് നമുക്ക് തിരിച്ചെത്താം. ഒരു ചെറിയ ബ്രേക്കിന് ശേഷം 100 കിലോ വെളിച്ചെണ്ണ ഒഴിച്ചു വെച്ചിരിക്കുന്ന ഒരു വീപ്പ. ഇതിനകത്ത് ഒരു സാധനം ഇട്ടാല് ഈ വെളിച്ചെണ്ണയുടെ അളവ് കുറയും. എന്താണ് ആ സാധനം? നീ പകപോക്കിയാണ്. ഈ അസമോക്കിയവാ നിനക്ക് മുണ്ടല്ലോ ജന്മം തന്നൊരു അച്ഛൻ. ഈ ഊട്ടി വാപ്പ. വെൽക്കം ബാക്ക് ടു ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റ്. അപ്പൊ എന്തായാലും നമുക്ക് ഷഫ്നെ ഒരിക്കൽ കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഷഫ്നയുടെ കുറച്ച് വിശേഷങ്ങൾ കൂടി നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവെക്കാനുണ്ട്. സോ ഷഫ്ന, once again welcome to ലൂണാസ് കോമഡി. മെയിൻ ആർട്ടിസ്റ്റ് വരാതെ അങ്ങ് തുടങ്ങുവാണോ? മെയിൻ ആർട്ടിസ്റ്റ് അതാരാ ഇൻവൈറ്റ് ചെയ്തു ഇപ്പൊ? ആണോ? എന്നെ വിളിക്കാതെ അങ്ങ് ചുമ്മാ തുടങ്ങിയേക്കുവല്ലേ? ഒറ്റ ദിവസം കൊണ്ട് കയറി മെയിൻ ആയോ? എനിക്ക് നിസ്സാര സമയം മതി, ഞാനപ്പോ മെയിൻ ആവും. സുരാജേട്ടൻ വരുമ്പോ വ്യൂസ് വരും. ഷഫ്ന, വെൽക്കം ടു ദ സ്റ്റേജ്. യെസ്, അങ്ങനെ ഷഫ്ന ഇപ്പോൾ മിനി സ്ക്രീനിലേക്ക് ഒരു എൻട്രി നടത്തിയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ മിനി സ്ക്രീനിൽ എത്തുമ്പോഴാണ് പ്രേക്ഷകരുമായിട്ട് കുടുംബ പ്രേക്ഷകർക്ക് ഒരുപാട് ക്ലോസ് ആവുന്നത് അല്ലേ? എന്ത് തോന്നുന്നു പുതിയൊരു സ്റ്റെപ്പിനെ കുറിച്ച്? സന്തോഷം. ഇപ്പോൾ ശരിക്കും ഈ പറഞ്ഞ പോലെ അമ്മമാർ കൂടുതലും അറിയുന്നത് സീരിയലിലൂടെയാണ്. മുമ്പൊക്കെ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ കൂടുതലും സ്റ്റുഡൻസ് അല്ലെങ്കിൽ അങ്ങനെ നമ്മുടെ ഒരു പ്രായക്കാരൊക്കെ വരാം. ഇപ്പോൾ കൂടുതലും അമ്മമാരൊക്കെ വന്നിട്ട് കാണാറുണ്ട്, നന്നായിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോഴത്തേക്കൊരു സന്തോഷം. അപ്പോൾ എന്തായാലും മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായി മാറട്ടെ നമ്മുടെ ഈ ഒരു ഷോ തന്നെ. അതിനുള്ളൊരു നല്ല ഫിലിംസ് വരികയാണെങ്കിൽ ഒബ്വിയസ് എന്തായാലും ചെയ്യും. അപ്പം ഞാനതവർ സംസാരിച്ചിട്ടുണ്ട്. ഫിലിംസ് വരികയാണെങ്കിൽ എന്തായാലും ചെയ്യാനുള്ള ഒരു ഇതുണ്ട്. ബിൻചേട്ടാ, കാര്യമൊക്കെ പറഞ്ഞാലും നമ്മൾ ഇടയ്ക്ക് ഒരു സിനിമയുടെ കാര്യം ചോദിക്കാൻ മറന്നുപോയി. ഏതാണ് അത് ചോദിക്കാൻ മറക്കാൻ പാടില്ലാത്ത +2. എന്താ ചിരിക്കുന്നു? എന്തിനാ ചോദിക്കാൻ? എന്തിനാ ചിരിച്ചേ? ഒന്നുമില്ല. എന്നാ പിന്നെ +2ന്റെ വിശേഷം കൂടി പറയൂ. +2 ഞാൻ ആദ്യമായിട്ട് ഹീറോയിനായിട്ട് ചെയ്ത മൂവിയാണ്. പക്ഷെ ആദ്യം റിലീസായത് കൺമഴ പെയ്യും മുമ്പേ ഞാൻ ഹീറോയിനായിട്ട് വേറൊരു ഫിലിം. പക്ഷെ ആദ്യമായിട്ട് ഞാൻ അഭിനയിച്ചു തുടങ്ങിയത് +2 എന്ന മൂവിയാണ്. അവിടെ വെച്ചിട്ടാണ് എനിക്കറിയാം ഇങ്ങനെ വന്നത് പോലും എനിക്കറിയാം. ഓക്കെ, അത് അവിടെ വെച്ചിട്ടാണ് ഞാൻ സജിൻ എൻ്റെ ഹസ്ബൻഡിനെ മീറ്റ് ചെയ്തത്. ഞങ്ങളുടെ സജിൻ എന്നാണ് പേര്? സജിൻ. ഓക്കെ, സജിൻ എന്താ ചെയ്യുന്നത്? സജിൻ ആളൊരു ഫാർമ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ഞങ്ങൾ കാണുന്നത്, പരിചയപ്പെടുന്നത്, ഫ്രണ്ട്സ് ആവുന്നത്, ലവേഴ്സ് ആവുന്നത്, കല്യാണം. യെസ്. അപ്പോൾ സുരാജേട്ടൻ ഇല്ലാതെ നമ്മൾ ഈ എപ്പിസോഡ് ഇവിടെ വരെ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് കലാപരിപാടികളും കൂടി ഉണ്ട്. ഇതും കൂടി സുരാജേട്ടൻ ഉണ്ടാവും ഞാൻ വിചാരിച്ചിട്ടാ വന്നത്. കാരണം സുരാജേട്ടൻ ഭാഗ്യം. രജനീകാന്തിനെ കിട്ടി, രജിസാറിനോട് അതുപോലെ ഭാഗ്യ.
ശരിട്ടാ. എനിക്ക് പക്ഷെ മൈൻഡപ്പായിട്ടില്ല. എനിക്ക് കുറച്ച് പരിപാടി കൂടെ ഉണ്ട്. ഞാൻ പറഞ്ഞത് പറഞ്ഞില്ല. ആ പറയും. അപ്പൊ ഇത് പറഞ്ഞ പോലെ +2 ഫിലിമില് സുരാജേട്ടൻ ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് കോമ്പിനേഷൻ ഉണ്ടായിരുന്നില്ല. കാണാൻ പറ്റിയില്ല. ഇല്ല, സുരാജേട്ടന്റെ പ്രോഗ്രാമിൽ വന്നിട്ട് എനിക്ക് സുരാജേട്ടനെ കാണാൻ പറ്റിയില്ല. അപ്പൊ സുരാജേട്ട ഹായ്, എന്നെ അന്വേഷണം പറയൂ. ഓക്കെ, നന്നായി പോകുന്നുണ്ട് പ്രോഗ്രാം, ഞാൻ കാണാറുണ്ട്. സുരാജേട്ടന്റെ ഫസ്റ്റ് ആയിട്ടല്ലേ ഹോസ്റ്റ് ചെയ്യുന്ന ആള്. അപ്പൊ വളരെ നന്നായിട്ടുണ്ട്, സന്തോഷം. പക്ഷെ കാണാൻ പറ്റാത്തതിൽ വിഷമമുണ്ട്. രാജേട്ടൻ കാനഡയിലാണ്, ഷൂട്ടിന്റെ ഭാഗമായിട്ട് പോയിരിക്കുന്നതാണ്. യെസ്. അപ്പോൾ നമ്മുടെ ഒരു ലാസ്റ്റ് ഒരു കലാപരിപാടി കൂടി ഉണ്ട്. ഒരു ടങ് ട്വിസ്റ്റർ ചോദിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും കുസൃതി ചോദ്യം ചോദിക്കണം, ഇല്ലെങ്കിൽ അത് എനിക്കൊരു കുറച്ചിലായിരിക്കും. സുരാജേട്ടൻ ഇല്ലാത്തത് കൊണ്ട് നമ്മളൊരു ഗസ്റ്റിനെ വെറുതെ വിടാൻ പാടില്ലല്ലോ. അപ്പൊ നമുക്ക് കുറച്ച് കുസൃതി ചോദ്യങ്ങളാവാം. അപ്പൊ ഇന്നത്തെ ചോദ്യം എന്ന് പറയുന്നത്, ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഒരു വലിയ വീപ്പ അല്ലെങ്കിൽ ഭരണി പാട്ട എന്നൊക്കെ പറയാം. ചേട്ടാ പാട്ട എന്തായാലും അതിനകത്തൊരു 100 കിലോ മനസ്സിലായ ഭരണി ഭരണി എന്ന് പറയുമ്പോ ഇത്ര ഉള്ളതാ. വീപ്പ എന്ന് പറയുന്ന ടാറൊക്കെ വന്ന വീപ്പയാണ് ഉദ്ദേശിക്കുന്നത്. അതെ അതെ. അപ്പൊ ആ ഒരു സാധനം. പക്ഷെ ഇതിനകത്ത് ടാറല്ല, ഇതിനകത്ത് നിറച്ച് വെളിച്ചെണ്ണയാണ്. വീപ്പയ്ക്കകത്ത് മൊത്തം വെളിച്ചെണ്ണയാണ്. നിറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഒരു 100 കിലോ വെളിച്ചെണ്ണ ഉണ്ടെന്ന് വിചാരിക്കാം. 100 കിലോ വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചിരിക്കുന്ന ഒരു വീപ്പ. ഇതിനകത്ത് ഒരു സാധനം ഇട്ടാല് ഈ വെളിച്ചെണ്ണയുടെ അളവ് കുറയും. എന്താണ് ആ സാധനം? വിനിച്ചേട്ടന്റെ ബുദ്ധിയൊക്കെ ഇങ്ങോട്ട് പുറത്ത് വരട്ടെ. ഞാനല്ലോ സ്റ്റാർ, ബുദ്ധിയൊക്കെ ഞാനൊരു ഇങ്ങോട്ട് കഴിവില്ലാത്തവനാണ്. സിനിമാ നടി ഇതാണല്ലോ. മെയിൻ ആളാരാണ്? മെയിൻ ആള് അല്ല, നേരത്തെ വേറെന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് രണ്ടുപേരും കൂടെ ഒന്ന് ആലോചിക്കും. ഓഡിയൻസിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് പറ്റുമോ നോക്കട്ടെ. ഞാൻ വരെ ഉത്തരം പറഞ്ഞു. പിന്നെയാ വീപ്പ 100 കിലോ വെളിച്ചെണ്ണ ഇരിക്കണ വീപ്പയ്ക്കകത്തൊക്കെ ഒരു സാധനം ഇട്ട് കഴിയുമ്പോൾ അതിന്റെ അളവ് കുറയുമോ? അതിലൊരു സാധനം ഇട്ടാല് ഈ വെളിച്ചെണ്ണയുടെ അളവ് കുറയും. വലിച്ചെടുക്കുന്ന എന്തോ ഒരു സാധനമാണ്. ഓട്ട. ഞാൻ ആലോചിച്ചതാ. സത്യാണോ? ഞാൻ പറഞ്ഞു കൊടുത്തു, കൊച്ചു പറഞ്ഞു കൊടുത്തു. അങ്ങനെ അത്രേ ഉള്ളൂ. കണ്ടുപിടിക്കാൻ പറ്റിയില്ല. എന്തായാലും ഒരു മാർക്ക് തന്നിരിക്കുന്നു. ഒരു പോയിന്റേ ഉള്ളൂ കേട്ടോ. ഞാൻ അടുത്ത ചോദ്യം ഉണ്ട്. രണ്ടാമത്തെ ചോദ്യം വരാൻ പോകുന്നേ ഉള്ളൂ. എനിക്ക് ലോകത്തിന്റെ ഏത് ഭാഗത്തേക്ക് വേണമെങ്കിലും പോകാൻ പറ്റും. ഓക്കെ, ലോകത്തിന്റെ ഏത് ഭാഗത്തേക്കും എനിക്ക് സഞ്ചരിക്കാൻ പറ്റും. പക്ഷെ ഒരു മൂലയിലാണ് ഇരിപ്പ്. ഒരു കടങ്കഥ എന്ന് വേണമെങ്കിലും പറയാം. ലോകത്തിന്റെ ഏത് ഭാഗത്തേക്ക് വേണമെങ്കിലും പോവാം, പക്ഷെ ഒരു മൂലയ്ക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. ഒരു കോർണറിൽ, ഒരു സൈഡില്. ഇതെങ്കിലും പറയോ? നമ്മുടെ മനസ്സാണോ? ഓഹോ, മനസ്സ്. മൂലക്കിരിക്കുന്ന സാധനം. എന്റെ വീടിന്റെ മൂലക്ക് ഇരുന്നിട്ട് എനിക്ക് അമേരിക്കയിലേക്ക് വരെ എന്റെ മനസ്സിനെ വിടാൻ പറ്റും അല്ലേ? അതല്ല, പറഞ്ഞിട്ട് പോയാ മതി. എന്നെ കൊണ്ട് അധ്വാനിപ്പിച്ചിട്ട് പറ. ഞാൻ ആലോചിക്കട്ടെ. ടിവി ആണ്. ടിവിയോ? ടിവി വീടിന്റെ മൂലക്കാണോ വെക്കുന്നത്? മൂലയ്ക്ക് വെക്കാലോ. അറിയില്ല, എനിക്ക് പരാജയം സംഭവിച്ച സ്ഥിതിക്ക് ഞങ്ങൾ തോറ്റിരിക്കുന്നു പറയൂ. അങ്ങനെ ഇവരുടെ തോൽവി നമ്മൾ ആഘോഷിക്കുന്നു. കൈയടിക്കൂ. ഉത്തരം തപാൽ സ്റ്റാമ്പ്. സ്റ്റാമ്പ് കത്തിന്റെ ഒരു മൂലക്കിരുന്നല്ലേ ലോകത്തെല്ലായിടത്തും പോവുക. ഇതോടുകൂടി ഞാൻ ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. കുഴപ്പമില്ലായിരുന്നല്ലോ, തകർത്തില്ലേ ഞാൻ? തകർത്തു. സുരാജേട്ടൻ ഇല്ലാതെ തന്നെ എന്തെങ്കിലും ഒരു കുറവറിഞ്ഞോ? ഇതിൽ നല്ല പുള്ളി ഇവിടെ ഉള്ളതായിരുന്നു. അപ്പോൾ ഷഫ്ന, താങ്ക് യു സോ മച്ച്. ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിന്റെ ഈ വേദിയിൽ എത്തിയതിൽ ഒരുപാട് സന്തോഷം. സുരാജേട്ടനെ ഷഫ്ന മിസ് ചെയ്ത പോലെ തന്നെ നമ്മൾ മിസ് ചെയ്തിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഷഫ്ന വന്ന നല്ല വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് നല്ല ഉഷാറാക്കി. താങ്ക് യു സോ മച്ച്. വീണ്ടും വരിക. എന്തായാലും ഞാനും കുറച്ച് സമയം, എനിക്ക് ഭയങ്കര ചിരിക്കാൻ വളരെ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. എൻ്റെ ഹസ്ബൻഡ് ഒക്കെ എപ്പോഴും പറയും, നീ പതുക്കെ ചിരിക്കും. എനിക്ക് ഭയങ്കര ഓപ്പണായിട്ട് ചിരിച്ചാലേ തൃപ്തി വരുള്ളൂ. അപ്പം അങ്ങനെ ചിരിക്കാൻ കുറച്ച് സമയം എനിക്ക് അനുവദിച്ചു തന്നതിൽ സന്തോഷം. കോമഡി സൂപ്പർ നൈറ്റിൽ വരാൻ കഴിഞ്ഞതിൽ എല്ലാവിധ ആശംസകളും. സുരാജ് ചേട്ടാ, അപ്പോൾ ബൈ, കാണാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അയ്യോ ഷഫ്ന പോകല്ലേ, അയ്യോ ഷഫ്ന പോകല്ലേ, അയ്യോ ഷഫ്ന പോകല്ലേ. പോവാണോ? ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിലേക്ക് നമുക്ക് തിരിച്ചെത്താം ഒരു ചെറിയ ബ്രേക്കിന് ശേഷം. കൊളം കര കര കൊളം കൊളം കര കൊളം. അതാണ് നീ പകപോക്കിയാണല്ലേ ഈ അഥവാ നിനക്ക് മുണ്ടല്ലോ ജന്മം തന്നൊരച്ഛൻ. ഈ ഊട്ടി വാത്തക്കോ ഹയ്യ വാപ്പ. വെൽക്കം ബാക്ക് ടു ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റ്. അങ്ങനെ
സുരാജേട്ടൻ ഇല്ലാത്ത നമ്മുടെ ഒരു സംഭവ ബഹുലമായ എപ്പിസോഡ് ഇങ്ങനെ അവസാനിക്കാൻ പോവാണ്. നമ്മൾ ഇന്ന് ജൂനിയർ സുരാജിനെ കണ്ടു, അതുപോലെ തന്നെ ബിനു ചേട്ടൻ ഉണ്ടായിരുന്നു. ബിനു അടിമാലി നമ്മുടെ കൂടെ സുരാജേട്ടന്റെ ആ ഒരു കുറവ് പരിഹരിക്കാൻ വേണ്ടി നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും അവസാനമായിട്ട് നമുക്ക് ഈ ഇക്ക വന്നിട്ടുണ്ട്. ആര് ഇക്ക വന്നിട്ടുണ്ട്. ഏതൊക്ക? സിറാജിക്ക. സിറാജിക്ക? ആ അതാരാ? അല്ല ഇവിടുത്തെ സിറാജിക്ക ഇല്ലല്ലോ. സിറാജിക്ക ഇല്ലല്ലോ ഇവിടെ ഇപ്പൊ സിറാജ് ഇല്ലല്ലോ. ഇവിടെ അങ്ങനെ ഒരാളില്ലല്ലോ. അല്ല ഇവിടെ സിറാജ് എന്ന് പറഞ്ഞിട്ട് അവതരിപ്പിക്കുന്ന മോളുടെ കൂടെ ചെയ്യുന്ന ഒരു സിറാജ് വെഞ്ഞാറമൂട്. സുരാജോ? സുരാജാണല്ലേ? സുരാജ് വെഞ്ഞാറമൂട്. അപ്പൊ സുരാജ് ഇപ്പൊ ഇവിടെ ഇല്ലല്ലോ. ഇല്ല, കാനഡയ്ക്ക് പോയിരിക്കാം. അപ്പൊ അതിന് ബദലായിട്ട് നമ്മുടെ സിറാജ് കാഞ്ഞിരമൂട് വന്നിട്ടുണ്ട്. എന്തിന്? മലപ്പുറത്തുനിന്ന്. എന്തിനാ? ഒരുപാട് കഴിവുള്ള മനുഷ്യനാണ്. അതിപ്പോ കഴിവുണ്ടെങ്കിൽ ഇപ്പൊ സമയമില്ല ചേട്ടാ. നമ്മുടെ ഈ എപ്പിസോഡ് കഴിഞ്ഞു ഞങ്ങൾ വൈൻഡപ്പ് എടുക്കാൻ നിൽക്കുകയായിരുന്നു. ഒരുപാട് കഴിവുള്ള മനുഷ്യനാണ്. മലപ്പുറത്ത് വന്നിട്ട് പുറത്ത് നിൽക്കാണ്. മോള് വിളിച്ചു കഴിഞ്ഞാൽ പുള്ളിയോട് കയറി വരും. പുള്ളി അവിടെ തന്നെ തൽക്കാലം നിൽക്കട്ടെ. അങ്ങനെ പറയല്ലേ. മോളുടെ കാല് വേണമെങ്കിൽ ഞാൻ പിടിക്കാം. നിങ്ങൾ എന്തിനാ പിന്നെ നിങ്ങൾ കാല് പിടിക്കുന്നത്? ഇത്രയും കഴിവുള്ള ഒരാൾ അവിടെ നിൽക്കുകയാണെങ്കിൽ പിന്നെ അയാൾക്ക് നേരിട്ട് കയറി വന്നൂടെ? നിങ്ങളെ കൊണ്ട് കാല് പിടിപ്പിക്കണോ? അങ്ങനെ നാണം കെട്ട പരിപാടിക്കൊന്നും പുള്ളി നിൽക്കൂല. പുള്ളിനെ വിളിച്ചാൽ മാത്രമേ പുള്ളി വരുള്ളൂ. വിളിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. എന്നാ ഞാൻ വിളിക്കാം. ഞാൻ വിളിക്കട്ടെ? വിളിക്കുന്ന നാണമാനും ഇല്ലല്ലോ. അങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ പുന്നാർ ചെങ്ങായി സിറാജ് കാഞ്ഞിരമൂട് ഇതാ വേദിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അസ്സലാമലൈക്കും. മേളം 5 പ്രാവശ്യം പറയണം. മനസ്സിലായില്ലേ? അതായത് ഇവിടുത്തെ മറ്റേ സിറാജ് ഉണ്ടല്ലോ, അല്ല സുരാജ്, ഓൻ ഇവിടെ നിന്നിട്ട് ധർമ്മശാസ്ത്രം എന്നൊക്കെ പറയാറില്ലേ? സംകൃത പമകരി തങ്കട തിരിക്കട മേളം. അല്ലല്ല അങ്ങനെ പോലെ പറഞ്ഞില്ലേ? അല്ല പറഞ്ഞു. പക്ഷെ നമ്മള് മലപ്പുറത്ത് വന്ന് കഷ്ടപ്പെട്ട് വന്നല്ല. അല്ല മോള് കൊറേ കഴിവുള്ള ആളാണ്. അങ്ങനെ പറ്റെന്ന് പറഞ്ഞു വിടല്ലേ. അതായത് പുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മലയാള സിനിമയില് ഇപ്പൊ മോഹൻലാലിന്റെ സിനിമയുടെ ഗൾഫിൽ ഭയങ്കര ഹിറ്റാണ്. അപ്പൊ അവിടെ അറബികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് മോഹൻലാലിന്റെ എല്ലാ സിനിമ അറബിയിൽ എടുക്കുകയാണ്. അപ്പൊ ഈ അറബിയിൽ എടുക്കുന്നതിന് സ്ക്രിപ്റ്റ് ചെയ്തത് നമ്മുടെ ഇക്കയാണ്. ഇപ്പൊ നരസിംഹം എന്ന് പറഞ്ഞ സിനിമ അവസാനമായിട്ട് ചെയ്തതല്ലേ, ആ സിനിമയ്ക്ക് സ്ക്രിപ്റ്റ് ചെയ്തത് കംപ്ലീറ്റ് ഞാൻ പറഞ്ഞുതരാം. ഇക്ക പറയട്ടെ. അതിമോഹമാണ് മോനെ ദിനേശാ, അതിമോഹമാണ് നിന്റെ അച്ഛന്റെ കാലം കഴിയുന്നത് വരെ നിനക്കായുസുണ്ടാകുമെന്ന മോഹം. അത് തെറ്റാണെന്നറിയുമ്പോൾ എന്റെ വീട്ടിലേക്ക് വാ. അച്ഛന്റെ കാലിന്റെ 1, 2, 3 നഖം ഞാൻ വെട്ടിത്തരാം. നീ പകപോക്കിയാണ്. നിനക്ക് മുണ്ടല്ലോ ജന്മം തന്നൊരു അച്ഛൻ. കയ്യടിയുടെ ബഹളാണ്. മനസ്സിലായി. ഏകദേശം ഒരു ഐഡിയ കിട്ടി. പുതിയ സിനിമകളൊക്കെ പെരിച്ചാഴി ചെയ്യണം, എന്തായാലും ചെയ്യണം. ഒന്നുമില്ല, അറബികൾക്കും ഇരിക്കട്ടെ ഒരു പണി. ഓക്കെ, അപ്പൊ എന്തായാലും ഈ പരിപാടികളൊന്നും നമുക്കിങ്ങനെ പുറത്തിറക്കാൻ പറ്റില്ലല്ലോ. അതായത് നമ്മുടെ ഇവിടെ ഇപ്പൊ മലയാളത്തിൽ തന്നെ കണ്ടോളൂ. അപ്പൊ ഇതൊന്നും ഇവിടെ ചെലവാവൂല. വേറെ അടിപൊളി ഗെയിമുകളുണ്ട്. എന്ത് ഗെയിമോ? കോലുകളി, ഒപ്പന കളിയും വേണ്ട. ഇതൊന്നും ഇവിടെ നടക്കില്ല. ഇതൊന്നല്ല ഇവിടെ കലാപരിപാടികളിൽ നടക്കണേ. അതിലും വെറൈറ്റി ആയിട്ടുള്ള ഗെയിം ഉണ്ട്. ഇതുവരെ ചാനലിന്റെ ചരിത്രത്തിൽ കാണാത്ത ഗെയിം. അത് വേണം. അങ്ങനെ പറയില്ല. അത് ആ ഗെയിം കാണിക്കണം. അതിൽ പറ്റില്ല. കുഴപ്പമില്ല. കൊളസ്ട്രോൾ, പ്രഷർ, അറ്റാക്കെല്ലാം ഉള്ളവർക്കും ചെയ്യാൻ പറ്റില്ല. അത്രയും റിസ്ക് ഉള്ളതാണ്. ഇവിടെ കുട്ടികളുണ്ടല്ലോ, നമുക്ക് കുട്ടികളെ വിളിച്ച് ചെയ്യിപ്പിക്കാം. ഗെയിമല്ലേ, രസമായിരിക്കും. കുട്ടികൾക്കൊന്നും കളിക്കാൻ പറ്റില്ല. കുറച്ച് പ്രായപൂർത്തിയായവർക്ക് കളിക്കാൻ പറ്റില്ല. പക്വത വേണം. അത് കൊള്ളാം. അവിടെ ചെറുപ്പക്കാരൊക്കെ ഉണ്ട്. കാണിച്ചുതരാം. നമ്മളിങ്ങനെ ഒരു വര വരക്കുക. ഓക്കെ, ഇങ്ങനെ വരച്ചില്ലേ? ഇത് കുളം, ഇത് കര. മനസ്സിലായിട്ടാ കുട്ടിക്ക് മനസ്സിലായില്ല. കുളം, കര, കുളം, കുളം. ഇതാ മനസ്സിലായില്ല. കൊളം, കര, കര, കുളം, കുളം, കരകുളം. അതാണ് പറയുന്നത്. ഗെയിമൊക്കെ വിട്ട് ചാനലിന്റെ സെറ്റപ്പിന്റെ റേറ്റിംഗ് ഭയങ്കര അടിപൊളിയായിരുന്നു. നമുക്കൊരു കാര്യം ചെയ്താലോ? നമുക്ക് 3 പേർക്ക് കൊടുത്ത് കളിച്ചാലോ? അല്ലല്ല, വരൂ. ഞാൻ പറയാം. ഇത് കര, നമ്മളിപ്പോ നിൽക്കുന്ന കര.
അത് കൊള്ളാം. ഇത്ര വലിയ കുളം. എടാ ഇപ്പഴല്ലേ ഒരു ഫീല് വന്ന് നിൽക്കാം. ഇതാണ് കറക്റ്റ് ആയത് നമ്മൾ അവിടെ കളിക്കുമ്പോൾ ഇത് ശരിക്കും കരാത് കുളത്തിന്റെ ആഴം കറക്റ്റ് ആണ്. correct ആണ്. കറക്റ്റ് ആണ്. മോള് പറഞ്ഞത് കറക്റ്റ് Okay? ആണ്. കളിക്കാം. ഞങ്ങള് കളിക്കണ്ടേ? നിങ്ങൾ കളിക്കണം, ഞാൻ പറയാം. മോളില്ല. അല്ല ഞാൻ പിന്നെ അടുത്ത പ്രാവശ്യം ഞാൻ അടുത്ത കളിക്കാം. first കളി ഞങ്ങള്. തുടങ്ങാം. കര ഇപ്പൊ ചാടിയനെ ഇല്ല. ഒന്നൂടെ. കുളം 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 കുളം. അധികം കുളമാകുന്നതിന് മുമ്പ് നമുക്കൊരു വൈൻഡപ്പ് എടുത്തേക്കാം. ഇന്നത്തെ ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിന്റെ ഈ ചിരിയരങ്ങ് ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതൽ ചിരി വിശേഷങ്ങളുമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലം വിട പറയുന്നു. ഗുഡ് നൈറ്റ്.